Morning, ma'am. Good Good morning. morning. Good morning, everyone. ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലെ? എല്ലാരും ഒന്നൊന്ന് ടൈം ചേഞ്ച് ആയതുകൊണ്ട് കേറി വരണുള്ളൂ അല്ല? എന്തൊക്കെയുണ്ട് എല്ലാവരുടെയൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? ആരെയും വീഡിയോ മോഡിൽ കാണാനില്ല? സുഖമായിരിക്കുന്നു മാഡം. ഞാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണേ. ഓക്കെ അത് പറ്റുന്നവരൊക്കെ ഒന്ന് വരിക കേട്ടോ, എപ്പോഴും പറയണ പോലെ. നമുക്കൊരു അടിപൊളി ടോപ്പിക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ടൈം ചേഞ്ച് ചെയ്തത് കാരണം ചെറിയ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഒന്ന് ശീലായിക്കോളും അല്ലെ? ഇനി ഈ ഒരു ടൈമിലായിരിക്കും നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ. അപ്പൊ എല്ലാരും ആ ടൈമിലോട്ട് ഫ്രീ ആകും. ഓക്കെ. ഒന്ന് രണ്ടുപേരും കൂടെ ഒക്കെ വീഡിയോയിൽ വന്നാൽ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അത്യാവശ്യം ആളുകളൊക്കെ ജോയിൻ ആയിട്ടുണ്ട്. കമ്പനി തരാല്ലേ? ഹലോ, റെഡി ആണോ എല്ലാരും? ഒന്ന് ചാറ്റിൽ വന്നിരുന്ന റെഡി. വീഡിയോ ഓൺ ആക്കിയിട്ടാണോ വരുന്നുണ്ടോ ചോദിച്ചത്. ഞാൻ എന്നെ തന്നെ കണ്ടിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് ഇന്നൊരു സ്റ്റോറി പറഞ്ഞോണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ സ്റ്റോറി ഒക്കെ പറഞ്ഞ് കയറി വരുമ്പത്തിനും നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം കേട്ടോ. സ്റ്റോറി എന്താന്ന് വെച്ചാല്, ഒരു ചെരുപ്പ് കമ്പനി രണ്ടുപേരെ ഒരു ദ്വീപിലേക്ക് അയക്കുകയാണ്. അവരുടെ ചെരുപ്പ് അവിടെ മാർക്കറ്റിംഗ് അവിടെ നടക്കും, സെയിൽ നടക്കുമോ, എന്താണ് അവിടുത്തെ മാർക്കറ്റ് എങ്ങനെയാണ് എന്നൊക്കെ എല്ലാ ആളുകളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എന്ത് ടൈപ്പ് ചെരുപ്പുകളാണ് അവിടെ യൂസ് ചെയ്യണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ കമ്പനി രണ്ട് ടീം മെമ്പേഴ്സിനെ അവിടേക്ക് അയച്ചു. ഒരു ദ്വീപാണ് കേട്ടോ, നമ്മുടെ പോലത്തെ സാധാരണ സ്ഥലമല്ല. അപ്പൊ അവിടെ രണ്ടുപേരും എത്തി. അവര് പിറ്റേന്ന് അവിടെ നടക്കാൻ ഇറങ്ങി. അവിടുത്തെ ആളുകളൊക്കെ മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരവിടെ നടക്കാൻ ഇറങ്ങി. ആ സമയത്ത് അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പോയവര് രണ്ടുപേരും ചെരുപ്പ് കമ്പനിയുടെ സെയിൽസ്മാൻമാരാണല്ലോ. അവിടെ നോക്കുമ്പോ ഒരു മനുഷ്യനും എന്ത് ചെയ്തിട്ടില്ല, ചെരുപ്പിട്ടിട്ടില്ല. ദ്വീപില് ആ മണലിലൂടെ ആരും ചെരുപ്പിടാണ്ടാണ് നടക്കണം. ഇവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെയൊക്കെ കറങ്ങി നടന്നു. ആരെങ്കിലും ചെരുപ്പ് യൂസ് ചെയ്യണ്ട, എങ്ങനത്തെ ചെരുപ്പാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടന്നെങ്കിലും ഒരാള് പോലും ചെരുപ്പ് യൂസ് ചെയ്യുന്നതായിട്ട് അവർ കണ്ടില്ല. അത് രണ്ടുപേരും തിരിച്ചു വന്നു, റൂമിലെത്തി. എന്നിട്ട് ഈ രണ്ടുപേരും വേറെ വേറെ രണ്ടാളുകളാണല്ലോ, അപ്പോ രണ്ടുപേരും വേറെ മെയിലുകൾ അയക്കുകയാണ് കമ്പനിയിലോട്ട്. ഒരാള് ഫസ്റ്റത്തെ ആൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിക്ക് മെയിൽ അയച്ചു. എന്താണ്, ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് ഒന്നും ചെലവാവില്ല. എന്താ കാരണം? ഇവിടെ ഒരാളും ചെരുപ്പ് യൂസ് ചെയ്യണില്ല. പിന്നെ ചെരുപ്പിടാത്ത ആളുകളിലോട്ട് നമ്മളെ ചെരുപ്പ് കൊടുത്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഒന്നും ഇങ്ങോട്ട് അയക്കണ്ട, അവിടെ സെയിൽ ആവില്ല എന്ന് പറഞ്ഞിട്ട് ആളെന്ത് ചെയ്തു, കമ്പനിക്ക് മെസ്സേജ് അയച്ചു. ദെൻ രണ്ടാമത്തെ ആളാണ് നേരെ ഓപ്പോസിറ്റ്. ആള് പറഞ്ഞു, ഞാൻ ഭയങ്കര വണ്ടർ അടിച്ചിരിക്കുകയാണ്. എന്തോ നമ്മുടെ ഒരു വായിച്ചില്ല അമ്മക്കുട്ടിനെ പോലെ വെക്കുന്നു. ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്യാം. കമർജാൻ ഒന്ന് മ്യൂട്ട് ചെയ്യാട്ടോ. ഓക്കെ. അപ്പം ആള് പറഞ്ഞു, രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഭയങ്കര വണ്ടറായിട്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ ചെരുപ്പ് മൊത്തം വേണമെങ്കിൽ ഇവിടെ ചെലവാവും. കാരണം എന്താണ്, ഇവിടെ ഒരാള് പോലും ചെരുപ്പ് യൂസ് ചെയ്യണില്ല. നമ്മുടെ ചെരുപ്പ് കൊണ്ടുവന്നിട്ട് അതിന്റെ യൂസും കാര്യങ്ങളും അവരെ ബോധിപ്പിച്ചു കഴിഞ്ഞാല് എല്ലാവരും ചെരുപ്പ് വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെരുപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എന്താ മനസ്സിലായേ?
അതായത് ആ ആ രണ്ട് വ്യക്തികളിലെ ഒരാള് അവിടെ അവസരം കണ്ടില്ല, മറ്റാള് അവിടെ അവസരത്തെ കണ്ടെത്തി, സാധ്യത കണ്ടെത്തി. യെസ്, അതാണ് ഈ രണ്ട് ടൈപ്പ് ആളുകളെ പോലെയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതത്തിൽ പ്രശ്നങ്ങളോ ഓപ്പർച്യൂണിറ്റികളൊക്കെ വരും. ഇതിനെ നോക്കി കാണുന്ന രീതിയാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഇവിടെ മാറ്റേണ്ടത്. അതായത് ചെരുപ്പ് യൂസ് ചെയ്യില്ല, ചെരുപ്പ് കൊടുന്ന് ആരും വാങ്ങൂല എന്നാണ് ഒരാള് മൈൻഡ് സെറ്റ് പോയത്. ഒരാള് മൈൻഡ് സെറ്റ് പോയത് എങ്ങനെയാ? ഇവർക്ക് ചെരുപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല, ചെരുപ്പിന്റെ യൂസ് അറിയില്ല, ചെരുപ്പ് ഇവര് കണ്ടിട്ടേ ഇല്ല. അപ്പൊ ചെരുപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാല് അതിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഇവരെന്ത് ചെയ്യും? ചെരുപ്പ് യൂസ് ചെയ്ത് തുടങ്ങും അല്ലെ? അപ്പോ ഇതേപോലെ എന്തിലും അവസരങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും. ഇല്ല ഇവിടെ ഒന്നും ചെലവാവില്ല, ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറയാൻ എല്ലാരെ കൊണ്ടും പറ്റും. പക്ഷെ അത് വേറൊരു മൈൻഡ് സെറ്റിൽ കണ്ട് അതിന്റെ ഉപയോഗം മനസ്സിലാക്കി അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ കഴിയും എനിക്ക് എന്നുള്ള ഒരു കോൺഫിഡന്റില് ആ മറ്റേ ആള് മെസ്സേജ് അയച്ചെങ്കിൽ, മെയിൽ അയച്ചെങ്കിൽ, അവിടെ ഈ ഒരു നമ്മളിൽ ചിലരാണ് അങ്ങനെ. അതായത് എന്തൊരു പ്രശ്നത്തിലും അവിടെ ഓപ്പർച്യൂണിറ്റി കാണുന്ന ആളുകളാണ്. എന്തൊരു കാര്യത്തിലും ഇപ്പം ഇപ്പൊ ഇതിപ്പോ ഒരു സ്റ്റോറിയാണ്, ഒരു മോറൽ സ്റ്റോറിയാണ്, നടന്ന കഥയാണോന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട് അല്ലെ? നമ്മളിൽ വരുന്ന, നമ്മുടെ ലൈഫിൽ നിരന്തരം വരുന്ന, നമ്മുടെ റിലേഷൻഷിപ്പിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കരിയറിലൊക്കെ വരുന്ന ഓരോ പ്രോബ്ലംസിനെയും ഈ രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് നോക്കിക്കാണാം. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഞാനൊന്നും അതിനില്ലേ എന്നുള്ള രീതിയിൽ പോവാം. ഇപ്പൊ ബിസിനസ് ഒക്കെ എന്തെങ്കിലും ഒരു ബിസിനസ്സിന് ഇറങ്ങി അത് പൊട്ടിന്ന് വെക്കാം, അപ്പൊ ഈ ഡയലോഗ് അടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഡയലോഗ് അടിക്കാം. അതായത് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എന്റെ ബിസിനസ് പൊട്ടി, ഇവിടെ ഞാൻ പഠിച്ചു, ഇനി എനിക്ക് അടുത്ത നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും, എനിക്ക് ഈ ഒരു തെറ്റ് ഇനി പറ്റൂല, അപ്പൊ ഞാൻ നന്നായി പഠിച്ച് ഫെയിൽ ആവാനുള്ള കാരണങ്ങളും കൂടെ മനസ്സിലാക്കി അത് വരുത്താതെ നെക്സ്റ്റ് ഞാൻ അടിപൊളിയായിട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി ചിന്തിക്കാം അല്ലേ? അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? സക്സസ് വരുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാല് ദ പവർ ഓഫ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ചാറ്റ് ബോക്സിൽ വരാൻ പറ്റുമോ? റെസിലിയൻസ്, ദ പവർ ഓഫ് റെസിലിയൻസ്. പ്രതിരോധം എന്നാണോ? യെസ്, അതായത് അതിജീവനം, പ്രതിരോധിക്കുക, എങ്ങനെയാ, രണ്ടും കറക്റ്റ് തന്നെ. മീൻസ് നമ്മൾ എന്തൊരു പ്രോബ്ലം വരുമ്പോൾ, ഇപ്പൊ ഈ പറഞ്ഞല്ലോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചിലർ പ്രശ്നത്തിൽ അവിടെ തകർന്ന് എന്നെ കൊണ്ടൊന്നും കഴിയില്ല, പിന്നെ ഒന്നിനുമില്ല അവിടെ ഇരിക്കും, ചിലർ സൂയിസൈഡ് ചെയ്യും, ചിലർ പിന്നെ ലൈഫേ ഡിപ്രഷന്റെ മോഡിലിട്ട് പോകും അല്ലെ? അതിനും പകരം ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അത് അവരെ ശക്തരാക്കി, കൂടുതൽ ശക്തരാക്കിയിട്ട് അവർ തിരിച്ചു വരും. അപ്പൊ നമുക്ക് കോവിഡ് വന്നു, പ്രളയം വന്നു, ഉരുൾപൊട്ടൽ വന്നു ഇല്ലേ? ഈ സമയത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് സ്വന്തം വേണ്ടപ്പെട്ടവരെയും സ്വന്തം ബിസിനസ്സും സ്വന്തം പല സമ്പത്തും വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. അവരതിൽ തകർന്നവരും ഉണ്ടാവാം, അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരും ഉണ്ടാവാം അല്ലെ? പല ടൈപ്പ് ആളുകളാണല്ലോ, നമുക്കറിയാലോ. അപ്പൊ അതാണ് പറഞ്ഞത്, എങ്ങനെ നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ നോക്കിക്കാണുന്നു, അതിൽ തകർന്നു പോകുന്നുണ്ടോ അതോ അതിൽ നിന്നും നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ടോ? ഇവിടെ ഇതിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ റെസിലിയൻസിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ചലഞ്ചസും പറയുന്നുണ്ട്. ചലഞ്ചസ് മീൻസ് നമുക്ക് വരുന്ന, നമ്മുടെ ലൈഫിൽ വരുന്ന തടസ്സങ്ങളാണല്ലോ. തടസ്സങ്ങളിൽ നിന്നാണ് ചിലർ തകർന്നു പോകുന്നതും ചിലർ ഉയർത്തെഴുന്നേറ്റ് പോകുന്നു. അപ്പൊ ഈ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നും ആദ്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എങ്ങനെ നമുക്ക് അതിജീവിക്കാം, അത് അതിജീവിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സെഷൻ പോകുന്നത്. ഓക്കെ, എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എനിക്ക് വീഡിയോയില് ഓക്കെ. അപ്പൊ നമുക്ക് ചെയ്യാം. എന്താണ് ഈ ഓബ്സ്റ്റക്കിൾസ്? അതായത് തടസ്സം എന്ന് പറഞ്ഞാല് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ ജീവിക്കുകയാണ്. നമ്മൾ പറയല്ലോ, ഒരു ആയുസ്സുള്ള കാലം ജീവിക്കണല്ലോ എന്ന് പറയില്ല ചിലര് ജീവിതത്തെ എന്ത് ചെയ്യും? ഒരു അനുഗ്രഹമായിട്ട് കാണും. എന്താണ്, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റി, എല്ലാ എല്ലാം, അതായത് എല്ലാ സെൻസും വർക്ക് ചെയ്യുന്നുണ്ട്, ആരോഗ്യമുണ്ട്, കൈയും കാലൊക്കെ ഉണ്ട്, അതൊരു അനുഗ്രഹമായി കണ്ട് അത് ബ്ലെസ്ഡ് ആയ അതിൽ ജീവിക്കും. ചിലർക്ക് എന്താണ്, ഫുൾ പരാതിയായിരിക്കും, എന്ത് പറഞ്ഞാലും ഇത് എനിക്കൊരു പരീക്ഷണം, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ചെന്ന അങ്ങനെ പാപി ചെന്നോടം പാതാളം എന്നൊക്കെയുള്ള ഡയലോഗ് കേട്ടിട്ടില്ല?
ഇങ്ങനെയുള്ള ഡയലോഗൊക്കെ അടിച്ചിട്ട് ജീവിച്ചു പോണവരും ഉണ്ട്. അതല്ല, അത് എൻജോയ് ചെയ്ത് എന്തൊക്കെ വന്നാലും അതിനപ്പുറം എന്താണ് കഴുത്ത് വരെ എന്താ മൂക്ക് വരെ വെള്ളം വന്ന അതിനപ്പുറം തോണി, അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ. അതായത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനപ്പുറം എന്തെങ്കിലും ഒന്ന് കണ്ട് അതിലോട്ട് പോണ ആളുകളുണ്ട് അല്ലെ. നമ്മുടെ ലൈഫിൽ വരുന്ന ചലഞ്ചസ്, അതുപോലെ തന്നെ ഫെയിലിയേഴ്സ്, ഡിസപ്പോയിന്റ്മെന്റ്, റിജക്ഷൻസ്, ഇതൊക്കെ നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് ആണ്. നമ്മളൊരു ജോലിക്ക് ചേർന്നിട്ട് ചിലപ്പോൾ അവിടുന്ന് പിരിച്ചുവിടും നമ്മുടെ എന്തെങ്കിലും പ്രോബ്ലം കാരണം. അതല്ലെങ്കിൽ നമ്മൾ കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പഠിച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ റിജക്ഷൻസ്, റിജക്ട് ചെയ്ത് പോകുന്നു. ഇവിടെയൊക്കെ ഒരു 4 ഇന്റർവ്യൂ റിജക്ട് ചെയ്താൽ തന്നെ നമ്മുടെ മൈൻഡ് എന്തായി പോകും? നമ്മള് ഡെസ്പായി പോകും. ഇത്ര പഠിച്ചിട്ട് ഒരു കാര്യമില്ല, എന്നെ എടുക്കണില്ല, എന്നെ സെലക്ട് ചെയ്യണില്ല, അതൊക്കെ ഉള്ളിൽ കൂടെ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണ് ആളുകൾ ജോലി വാങ്ങണേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പോവാതിരിക്കും അല്ലെ. പോവാതിരുന്ന എന്ത് പറ്റും? അവർക്ക് വേണ്ട കറക്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല അല്ലെ. പക്ഷെ ഇത് ഞാൻ പറയുമ്പോ ഇവിടെ നമ്മളെ ബൾബ് ഉണ്ടാക്കിയ തോമസ് ആൽവ എഡിസനും, അതുപോലെ റോക്കറ്റ് വിക്ഷേപിക്കാൻ പിന്നെ ഇലോൺ മസ്ക്, ഇവരൊക്കെ എത്രയോ തവണ ബൾബിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ 1000 തവണ ഫെയിലായി. 1000 തവണ ഫെയിലായിട്ടും ആൾ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അയാൾ അത് അതിജീവിച്ച്, നമ്മുടെ ഒരു കാര്യത്തിലാണെങ്കിൽ 4-5 തവണ ഫെയിൽ ആയാൽ പോലും അത്രയും പോലും ക്ഷമ നമുക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ ഇട്ടിട്ട് പോകും. ഇത് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ട് പോകും. പക്ഷെ ഇവിടെ പിടിച്ചു നിൽക്കുന്നവരാണ് വിജയിക്കുന്നത്. സ്ട്രഗിള് വരും ലൈഫിൽ, അത് മനസ്സിലാക്കി. അത് ഇപ്പൊ എഡിസൺ ലാസ്റ്റ് പറഞ്ഞത് 1000 തവണ ഫെയിൽ ആയതല്ല, എങ്ങനെ എന്ത് ചെയ്താൽ ബൾബ് കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഫെയിലിയർ എന്നൊരു ലെസൺ പഠിച്ച്. അതേപോലെ ഇലോൺ മസ്കിന്റെ ഒക്കെ കഥ പറയേണ്ട, റോക്കറ്റ് കോടികളുടെ നഷ്ടങ്ങളാണ്. ആദ്യത്തേക്ക് റോക്കറ്റ് പോവാതെ എന്താ പറയാ ഫെയിലായിട്ട് വന്ന ആൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നെങ്കിലും വീണ്ടും അയാൾ ശ്രമിച്ചു. ആൾ അതിൽ സക്സസ് ആയി അല്ലെ. ഇപ്പൊ നമ്പർ 1 പണക്കാരിലെ ഒരാളെ പേര് പറയാൻ വന്നാല് ആളെ പേര് പറയും. പക്ഷെ ആൾ ആദ്യം ഫെയിലായപ്പോ അത് എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ കാശൊക്കെ പോയേന്ന് പറഞ്ഞ് കടന്നിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുവോ? ഇല്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട് നമുക്ക്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നടക്കാൻ പഠിച്ചതല്ലേ, നമ്മൾ ജനിച്ച ഉടനെ നടക്കാൻ പഠിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ആരെങ്കിലും ജനിച്ച ഉടനെ മറ്റേ മൃഗങ്ങൾ പോലെ 4 കാലിലോ 2 കാലിലോ എണീറ്റോ? ഇല്ല. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്. ഹലോ രഞ്ജിത്ത്, എല്ലാരെയും ഒന്ന് മ്യൂട്ട് ചെയ്യോ? ജംഷീറാസ് ഫോൺ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മള് കമിഴ്ന്ന് വീണ്, പിന്നെ മുട്ടിലഴിഞ്ഞ്, പിന്നെ പിടിച്ചു നിന്ന്, പിന്നെ പിടിവിട്ട് നടക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ വീഴും. നമ്മൾ ആരും വീഴാതെ നടന്നിട്ടില്ല. പക്ഷെ നമ്മൾ വീഴുമ്പോ നമ്മുടെ പാരന്റ്സ് അയ്യോ വീണു മോനെ, ഇനി നീ എണീറ്റ് കിടക്കല്ലേ, അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ആരും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ പ്രോത്സാഹിപ്പിക്കാതിരുന്നിട്ടില്ല. നമ്മളോട് എന്താ പറയാ, നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൈയൊക്കെ അടിച്ച് ഒരു 2 അടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ 2 അടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ കൈയൊക്കെ അടിച്ച് അവരെ ചിരിച്ച് ഭയങ്കര പ്രോത്സാഹനം കൊടുക്കും അല്ലെ. കാരണം അവര് നടക്കണം, നമ്മുടെ ആഗ്രഹമാണ്. അവര് ആ ഒരു വയസ്സൊക്കെ ആകുമ്പത്തിന്, 1 വയസ്സാണ് ഏകദേശം പ്രായം നടക്കണ്ടേ, 1 വയസ്സൊക്കെ ആയിട്ട് നടന്നില്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരൊക്കെ ചോദിക്കും നടന്നില്ലേ, നമുക്കൊരു പേടിയായിരിക്കും കൊച്ചു നടന്നില്ലല്ലോ. അപ്പം പാരന്റ്സ് എന്താ ചെയ്യണേ, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. നടക്കാൻ വേണ്ടിയിട്ട് പല വണ്ടികളും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവര് നമ്മളെ പിടിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഇതെന്താന്ന് വെച്ചാല് ഇവിടെ മുന്നേ ഒരു എക്സാമ്പിൾസ് ഉണ്ട് ഇല്ലേ. വീണാലും അതിൽ നിന്ന് പതുക്കെ പിടിച്ച് പിന്നെ സ്ട്രോങ് ആയി അവർ ഒറ്റയ്ക്ക് കൈവിട്ട് നടക്കും എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട്, നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ 4 ബിസിനസ് പൊട്ടി നോക്കുക, അപ്പൊ നമ്മുടെ പാരന്റ്സ് ഇങ്ങനെ കൈയടിക്കുവോ? ഹോയ് നീ പൊട്ടിയാലും കുഴപ്പമില്ല, നീ അടിപൊളിയാണ്, നീ എന്ത് ചെയ്യേ, അതൊന്നും കൂടെ ട്രൈ ചെയ്യേ, അല്ലെങ്കിൽ അവിടെ സ്ഥലം മാറ്റി പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എൻകറേജ് ചെയ്യിക്കോ? ഇല്ല. കാരണം അവർക്ക് അവിടെ ഫിയർ ആണ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരികയാണ്, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണ്, ഫിനാൻഷ്യൽ പ്രോബ്ലം, ഫെയിലിയർ വന്നു കഴിഞ്ഞാല് ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പൊ ഇവിടുത്തെ
മെയിൻ എന്താണ്, നമ്മൾക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. ഇപ്പൊ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യും, നമുക്ക് തന്നെ സെൽഫ് ഡൗട്ട് തോന്നും, എന്നെ കൊണ്ട് പറ്റുമോ, ഇതെനിക്ക് ശരിയാവും, ഇപ്പൊ ഒന്ന് രണ്ടു വട്ടം ഞാൻ ഫെയിലായി, ഇനിയിപ്പോ ഇതിന് ഇറങ്ങണോ, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് വരും. നെഗറ്റീവ് എൻവയോൺമെന്റ് ആണ്, നമ്മുടെ ചുറ്റുപാടും നെഗറ്റീവ്സ് ഉള്ളവരാണ്. അപ്പൊ അവര് നമ്മളത് ഇങ്ങനെ കുറെയൊക്കെ ഇങ്ങനെ നമ്മളായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോഴും അവരവിടെ പിടിച്ചിരുത്തും നമ്മളെ, നെഗറ്റീവ് ടോക്ക് വന്നിട്ട്. പിന്നെ മെയിൻ ആയിട്ട് ലാക്ക് ഓഫ് സപ്പോർട്ട് ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഒബ്സ്റ്റക്കിൾസ്, നമ്മുടെ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴുള്ള മെയിൻ പ്രോബ്ലംസ്. ഇപ്പൊ തടസ്സങ്ങളല്ല നമ്മളെ തകർക്കുക, അതിനെ കുറിച്ചുള്ള ചിന്തകളാണ്. അതിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ ഓവറായി ചിന്തിച്ച് നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മുടെ ലൈഫിൽ എന്താ ഇനി അതൊന്നും നടക്കൂല, ഇനി അതൊന്നും ശരിയാവൂല, എനിക്കൊരു ഭാഗ്യമില്ല, ഞാനൊരു കഴിവില്ലാത്തവനാണ് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ തന്നെ ഡൗൺ ആയി പോകും. ഇതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ പ്രോബ്ലം, അറിയാം. അപ്പം നിങ്ങളെയൊക്കെ ലൈഫിൽ എന്തെങ്കിലും അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന നഷ്ടങ്ങൾ എന്താണ്? ഒന്ന് കമന്റ് ചെയ്യുക, അതല്ലെങ്കിൽ മെസ്സേജ് സോറി പറയാം. എന്തെങ്കിലും ഒരു തടസ്സം, അതിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു, ഒരു മോട്ടിവേഷൻ സ്റ്റോറി എന്നൊക്കെ പറയില്ലേ, പ്രതിസന്ധിയിൽ തളരാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകള് വായിക്കാറുണ്ട് ഞാൻ, ഫീച്ചേഴ്സ്. പല പ്രതിസന്ധികളും വന്നിട്ട് അത് ഇന്ന് തളരാതെ അതിന്ന് ഉയർത്തെഴുന്നേറ്റ്. എനിക്ക് അങ്ങനെ പറയുമ്പോ ഈ നൂർ ജലീല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെങ്കൊച്ചിനെ ഞാൻ ഓർക്കും. കയ്യും ഇല്ല ആൾക്ക്, കൈന്റെ ഇവിടുന്നും ഇല്ല, കാലും ഇല്ല, കാല് രണ്ടും ഇല്ല. അപ്പം ആള് ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്, ഒരു മാംസത്തിന്റെ കഷ്ണം പോലെ ഇങ്ങനെ കുഞ്ഞാവുമ്പോ എങ്ങനെയായിരിക്കും അവസ്ഥ അല്ലെ. ഇപ്പൊ ആളെ കാണാൻ നല്ല ലുക്കാണ്, പക്ഷെ അന്ന് ആ കുഞ്ഞ് രൂപം, ഒരു രണ്ട് കൈയും ഇല്ല, വികലാംഗയായിട്ടാണ് ജനിച്ചത്. ആളതിൽ തളർന്നിരുന്നില്ല. നിങ്ങക്ക് അറിയോ നൂർ ജലീലാനെ കുറിച്ച്? അറിയോ? അറിയെങ്കിൽ എസ് എന്ന് പറയാം, കേട്ടിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാ പേജൊക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, റഫീഖ് അറിയാന്ന് പറയുന്നത് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ആളിപ്പോ ലാസ്റ്റ് എനിക്ക് തോന്നിയത്, ഞാനിവിടെ ലാസ്റ്റ് ഒരു ഇതില് കണ്ടത്, ആള് ഡ്രൈവ് ചെയ്യണ ആ കൈയും വെച്ചിട്ട് ആള് ലൈസൻസ് നേടി. ലൈസൻസിന് വേണ്ടി ഒരുപാട് കയറി ഇറങ്ങി, അതിന്റെ കാര്യങ്ങളൊക്കെ, വികലാംഗർക്കൊക്കെ ലൈസൻസ് കിട്ടാൻ ഇച്ചിരി പണിയാണ്. എന്നിട്ട് ലൈസൻസ് കിട്ടിയിട്ട് ആള് വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം. എനിക്ക് എന്നെ കുറിച്ച് തന്നെ എന്താണെന്നുള്ളൊരു ലെവല് തോന്നി. കാരണം ഇതാണ് മനുഷ്യര്. എനിക്ക് കൈയില്ല, എനിക്കൊരു ഡ്രൈവറെ വെച്ച് ഓടിക്കാന്നുള്ള ലെവലല്ല, എനിക്ക് കൈയില്ലെങ്കിലും ഞാൻ വണ്ടി ഓടിക്കും. അതിനുള്ള ഇപ്പൊ ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടല്ലേ, കൂടുതൽ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ്, എന്തില്ല എന്നല്ല, എന്ത് ഇല്ലെങ്കിലും അതിൽ നിന്ന് അവര് അവിടെ പറയണ്ട, എന്റെ ഉമ്മയൊക്കെ ഇങ്ങനെ ഒരു കുട്ടി എന്താവും എന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞതാണ് ഇപ്പൊ റീസെന്റ് ഇങ്ങനെ കുറച്ച് ബുക്കൊക്കെ കണ്ടതുകൊണ്ട്. അപ്പം അതാണ് അതിൽ നിന്ന് പിന്നെന്താണ്, അതിൽ നിന്ന് തകർന്നു പോവാതെ, അതിൽ തകർന്നു പോവാതെ. ഞാനൊക്കെയാണെന്ന് ഓർത്ത് എനിക്ക് ഒരു കൈ മുറിവായാൽ തന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, ഫുഡൊക്കെ ഓർഡർ ചെയ്യും ചിലപ്പോ. കാരണം എന്തുകൊണ്ടാലും വലത് കൈയൊക്കെ ആണെങ്കിൽ കൈയൊന്നും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പോയി കുട്ടി ചില മുടി സ്വീകരിക്കും, അത് അവിടെ തട്ടി ചോര വന്ന് അങ്ങനെ ആവും. അപ്പൊ നമ്മൾ എന്താണ്, അത് തടസ്സം, ഒരു ചെറിയ തടസ്സം വന്നു കഴിഞ്ഞാല് അതവിടെ മടി ഒരു ഓപ്ഷനായി കണ്ട അവിടെ ഇരിക്കും. പക്ഷെ ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് അത് ഇതാക്കണവരുണ്ട്. അതിൽ നിന്ന് പിന്നെ പാഠങ്ങൾ പഠിച്ച് തകർന്നു പോകാതെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആളുകളും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയിട്ടും നമുക്ക് ക്ഷമ വേണം, നമുക്ക് വിസ്ഡംസ്, കോൺഫിഡൻസ്, സെൽഫ് അവയർനെസ്, അതുപോലെ തന്നെ സ്പിരിച്വൽ കണക്ഷൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തകരാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു റോഡ് ബ്ലോക്ക് വന്നു, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അറിയാലോ അല്ലെ, എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ആക്സിഡന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം കാരണം റോഡ് ബ്ലോക്ക് ആയി കിടക്കുകയായിരിക്കും. ഈ ബ്ലോക്കില് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും, നമ്മുടെ ബസ്സിലൊക്കെ ആണെങ്കിൽ ബസ്സിലെ ഡ്രൈവർമാർ എന്ത് ചെയ്യും, കണ്ടക്ടേഴ്സ് ആരെങ്കിലും, ബസ്സിൽ ആരെങ്കിലും ഇറങ്ങിപ്പോയി ഇവർ ഈ ബ്ലോക്ക് ക്ലിയർ ചെയ്യാൻ നോക്കും. അവരെന്ത് ചെയ്യും, ബ്ലോക്ക് ക്ലിയർ ചെയ്തിട്ട് എങ്ങനെങ്കിലും പെട്ടെന്ന് ആളുകളെ മാറ്റി, വണ്ടി റോങ് ആയി വന്ന് കിടക്കുകയാണെങ്കിൽ, വണ്ടി നീങ്ങാൻ പറ്റാത്തതാണെങ്കിൽ അവർക്ക് സൈഡ് കൊടുക്കാനും അവരെ ബാക്ക് എടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് അവരെന്ത് ചെയ്യും, ആ റോഡ് ബ്ലോക്ക് അങ്ങോട്ട് മാറ്റും. കാരണം അവർക്ക് ആ വഴിയിലൂടെ തന്നെ പോകണം. ആ വഴിയിലൂടെ പോയാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ആളുകളെ കയറ്റാൻ പറ്റുള്ളൂ. ആളുകൾ എന്നിട്ട് അവരുടെ
ആ ഒരു ഡേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കാറ് ബൈക്കൊക്കെ ആണെങ്കിൽ, ഞങ്ങൾ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലോക്കാണ്. എന്താണ് ബ്ലോക്ക്? പെട്ടെന്ന് തീരുമോ? ചിലപ്പോൾ ഒരു വലിയ ലോറിയോ ലൈലൻഡ് ലോറിയോ എന്തെങ്കിലുമൊക്കെ അവിടെ ഡൗൺ ആയി കിടക്കുകയായിരിക്കും. അപ്പൊ അതുവഴി പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായ വേഗം യൂ ടേൺ എടുത്ത് വേറെ ഏതെങ്കിലും റൂട്ടിൽ കൂടെ തിരിച്ച് പോവും. നമുക്ക് നമ്മുടെ സ്ഥലത്ത് എത്തിയാൽ മതി. പല ടൈപ്പ് ആളുകളാണ്. അപ്പൊ ഇതാണ് ഒരു പ്രശ്നം തന്നെ പല രീതിയിലും ആളുകൾ നോക്കിക്കാണും. യാത്ര അവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല അല്ലെ? നമുക്ക് നമ്മുടെ വീട്ടിലെത്തിയേ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ വഴി മാറിപ്പോവും, അതല്ലെങ്കിൽ വഴി ക്ലിയർ ചെയ്തു പോകും. അപ്പൊ ഇത് ഏതാ നല്ലത് എന്നാ നിങ്ങൾ പറയണേ? വഴി മാറി പോണതാണോ, വഴി ക്ലിയർ ചെയ്തു പോണതാണോ? വഴി ക്ലിയർ ചെയ്ത് പോണത്. യെസ് യെസ്. അവിടെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് ഒരു ക്ഷമയുമുണ്ട്. എല്ലാം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ ക്ലിയർ ചെയ്ത്. വഴി മീൻസ് റോഡിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ലൈഫിന്റെ കാര്യം കൂടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ പാത്ത് ക്ലിയർ ചെയ്ത് നമ്മൾ പോകണം. അപ്പോഴേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇനി പറയണത് റെസിലിയൻസിലോട്ട് വരാം. റെസിലിയൻസ് എന്ന് പറഞ്ഞത് ഈ പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയൊന്നല്ല. നമ്മൾ പറഞ്ഞല്ലോ, ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ലൈഫും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ. പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയൊന്നല്ല ഈ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിന്ന് വീണ്ടും എഴുന്നേൽക്കാനുള്ള മനസ്സിന്റെ കഴിവിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. വീണ് നമ്മൾ നടക്കാൻ പഠിച്ച പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. വീണാലും നമ്മൾ എഴുന്നേൽക്കും. എഴുന്നേറ്റ് നമ്മൾ നടന്ന് ഒറ്റക്ക് നടക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ ആരെങ്കിലും റിജക്റ്റ് ചെയ്താലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നോ രണ്ടോ സ്ഥലത്തു നിന്നൊക്കെ റിജക്ഷൻ കിട്ടിയെങ്കിലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നമ്മൾ ആവശ്യമുള്ളവരിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ തവണയൊക്കെ ഫെയിൽ ആയാലും, ബിസിനസ്സിലോ പഠിത്തത്തിലോ അതല്ല മറ്റു റിലേഷൻഷിപ്പിലോ ഒക്കെ ഫെയിൽ ആയാലും നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മളത് തിരുത്തി നല്ല രീതിയിൽ വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിലൊരു സ്റ്റോറി, ബാംബുവിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ഒരു കർഷകൻ ചൈനീസ് ബാംബുവിന്റെ വിത്ത് നടുകയാണ്. ആളിങ്ങനെ ഡെയിലി വെള്ളം ഒഴിക്കും, മറ്റു കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി ചെയ്യും. അപ്പം ആള് ചെയ്യും. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. എന്താണ്, ഇത് മുളക്കണില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇത് മുളക്കണില്ല. പക്ഷേ ആളുകളും കൂടെ പറയാൻ തുടങ്ങി, നീ എന്തിനാണ് ഇതിന് ടൈം വേസ്റ്റ് ചെയ്യണേ? അവിടെ ഒന്നും മാറ്റം കാണാനില്ലല്ലോ, ഒന്നുപോലും മുള പൊട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ്. പക്ഷെ ഈ കർഷകന് ഇതിനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ആള് 4 വർഷം കഴിഞ്ഞു, 5ാമത്തെ വർഷം ഈ ബാംബു തൈ മുളച്ചിട്ട് ആ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നല്ല ഹൈറ്റിൽ പോകുന്നാണ് പറയുന്നത്. അപ്പം എന്താ വെച്ചാല് ഈ ബാംബു തൈ അടിയിൽ വേരുകളിലോട്ടാണ് ആ 3-4 കൊല്ലം വളർച്ച കൊണ്ടുവിടും. വേരുകളാണ് സ്ട്രോങ് ആക്കുന്നത്. അത് വളരുന്ന പുറമേക്കൊന്നും കാണുന്നില്ല, പക്ഷെ ഉള്ളിൽ സ്ട്രോങ് ആവുന്നുണ്ട്. അതായത് അതിന്റെ വേരുകൾ സ്ട്രോങ് ആവുന്നുണ്ട്. പിന്നെ അത് നല്ല ഹൈറ്റിൽ പോകും. അപ്പൊ അതുവരെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയവരൊക്കെ അന്തം വിട്ടു. അതുപോലെയാണ് നമ്മളും എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ എന്ത് പ്രോബ്ലം വരുമ്പോഴും നമ്മളെ അത് സ്ട്രോങ് ആക്കണം, നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കണം. എന്ത് വന്നാലും എനിക്കത് ഫേസ് ചെയ്യാൻ കഴിയും. മറ്റുള്ളവർ വാക്ക് കേട്ട് ഞാനത് നിർത്തി പോവില്ല, മറ്റുള്ളവർ വാക്ക് കേട്ട് ഞാൻ തകർന്നിരിക്കില്ല, കരഞ്ഞിരിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ചേഞ്ച് ആവണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇലോൺ മസ്ക് ആണെങ്കിൽ യൂസുഫ് അലി, ഒരുപാട് പിന്നെ ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ ഇവരൊക്കെ പ്രമുഖരാന്നുള്ളൂ. പ്രമുഖരല്ലാത്ത നമ്മുടെ അടുത്തുള്ള പലരുടെ സ്റ്റോറികളും നമുക്കറിയാം അല്ലെ? അറിയാലോ, നിങ്ങളെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളതും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റോറി, നിങ്ങൾക്ക് അവസരം തരാട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, ഒന്ന് പറയാം. നിങ്ങൾക്ക് വന്ന ഒരു ഫെയിലിയറോ എന്തെങ്കിലും മരണങ്ങളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കോ എല്ലാം അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഫീഡ്ബാക്ക് പറയുമ്പോ പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്മൾ എങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഗ്രോത്ത് വരും. ഉള്ളിൽ തന്നെ നമ്മൾ ശക്തിയാവുന്നതാണ് പറയുന്നത്. അതായത് നമ്മൾ മറ്റ് ആളുകൾ നമ്മളെ എന്താ പറയാ, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും, പിന്നെ നമ്മുടെ മനസ്സിനെ ബ്രേക്ക് ചെയ്യുക, നമ്മളിങ്ങനെ എന്താ പറയാ, ഡിമോട്ടിവേറ്റ് ചെയ്യിക്കുക അവരില്ല. നമ്മൾ ഓക്കെ ആയി ഇങ്ങനെ ശ്രമിച്ചാലും അപ്പുറത്തുനിന്ന് നിനക്ക് പറ്റിയ പണിക്ക് നല്ലത്, നിനക്ക് വേറെ വല്ല പണി നോക്കിക്കൂടെ, ഇങ്ങനത്തെയൊക്കെ ഡയലോഗ് എപ്പോഴും ചുറ്റുവട്ടത്തുനിന്ന് വരാറുണ്ട് അല്ലെ? അപ്പൊ ആളുകള് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കൺട്രോൾ വേണം. ഇമോഷണലി നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് തളരാൻ പാടില്ല. എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാ പിന്നെ ഇതിന് നിൽക്കണ്ട എന്നുള്ള ലെവലിലോട്ട് നമ്മളെ മാറിപ്പോകാൻ പറ്റില്ല. നമുക്ക് അവിടെ കോൺഫിഡൻസ് വേണം.
നമ്മൾ സ്വയം നെഗറ്റീവ് സെൽഫ് ടോക്ക് പാടില്ല. നെഗറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് വരുമല്ലോ അല്ലേ, ഓവർ തിങ്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതാണ് വരാറ്. അതേപോലെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരാള് ആ ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ടാവും, അത് വിചാരിച്ചിട്ട് നമ്മൾ ആവണമെന്നില്ല. നമുക്ക് അവരുടെ ഐഡിയാസും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അവരെ വെച്ച് കമ്പയർ ചെയ്യരുത്. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫെയിലിയർ, തോറ്റുപോകുമോ, ഒരു ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാൻ പോകുമ്പോ തന്നെ ഇതെങ്ങനെയായിരിക്കും, ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുകയാണ് ഞാൻ, എന്തായിരിക്കും അവസ്ഥ, ആളുകളൊക്കെ വരുമോ എന്റെ റെസ്റ്റോറന്റില്, അതോ റെസ്റ്റോറന്റ് പൂട്ടിക്കെട്ടേണ്ടി വരുമോ ഒരാഴ്ചയുടെ ഉള്ളില്, ഇങ്ങനെയൊക്കെയുള്ള തോട്ടിലാണ് പോണെങ്കില് നമ്മുടെ റെസ്റ്റോറന്റ് ഒരാഴ്ച തന്നെ ഓടുള്ളൂ അല്ലെ. നഷ്ടങ്ങളായിരിക്കും. പിന്നെ നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞ് നമ്മളവിടെ ഇരിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ചിലർക്ക് ചൈൽഡ്ഹുഡ് വൂൺസ് ഉണ്ടാവും. ചെറുപ്പത്തിൽ പറയും ആളുകൾ പറയും, നമ്മുടെ പാരന്റ്സ് തന്നെ മെയിൻ ആയിട്ട്, നമ്മള് ഒന്നിനും കഴിവില്ലാത്തവനാണ്, അവൻ അതിനൊന്നും പറ്റില്ല, അവനൊരു കടയിൽ പോലും വിടൂല, എന്താ പറയാ, നല്ല സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറ്റില്ല, ഏറ്റവും ചീഞ്ഞതുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ടിരും പറയും. അങ്ങനെയുള്ള ഡയലോഗൊക്കെ ഞങ്ങളുടെ തൊട്ടയൽപക്കത്തൊക്കെ ഉള്ള അമ്മമാര് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ ചെറുപ്പത്തിലെ ഒരു അവഗണന നേരിട്ട ആളുകൾക്ക് സ്വന്തം ലൈഫിലൊന്നും ചെയ്യാനൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ പാരന്റിങ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാണ് ഈ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ സ്വയം തന്നെ സെൽഫ് വർത്ത് ഉണ്ടാവില്ല, ലോ ഓഫ് സെൽഫ് വർത്ത്. പിന്നെ അതുപോലെ നമ്മുടെ ഇന്നർ സപ്പോർട്ട് സിസ്റ്റം, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തോട്ട് വരണം അല്ലെ, ടോക്ക് വരണം നമുക്ക്. അപ്പൊ അതും ഉണ്ടാവില്ല, പുറത്തുനിന്നുള്ള സപ്പോർട്ട് എന്തായാലും ഉണ്ടാവില്ല. ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യും. നമ്മള് ഒരു ചെറിയ ഒരു ബിസിനസ്സിൽ ഇറങ്ങി, അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഡിവോഴ്സ് ആയി, ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് വൈ മീ എന്നല്ല. അതായത് എന്താ ദൈവമേ എനിക്ക് മാത്രം, എന്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഫുള്ള് പരാജയം, അല്ലെങ്കിൽ എനിക്ക് മാത്രം നഷ്ടങ്ങളാണല്ലോ, ഞാൻ എന്ത് ചെയ്താലും പൊട്ടുകയാണല്ലോ, എന്റെ റിലേഷൻഷിപ്പ് എന്താണ് ഇങ്ങനെ, ഈ രീതിയിലാണ് ആളുകളൊക്കെ ചിന്തിക്കുക. എനിക്ക് മാത്രം എന്താ പ്രോബ്ലം, ദൈവത്തിനോട് പരാതിയാണ് അല്ലെ, അത് പറയും പഠിച്ചവനെ എന്താ ഇങ്ങനെ, എന്തൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ നമ്മള് മറ്റേ ഡയലോഗ് അടിക്കുന്ന പോലെ ഫുള്ള് പരീക്ഷണാണല്ലോ ജീവിതം എന്നൊക്കെ പറയും. അപ്പം ഇവിടെ വൈ മീ, എനിക്ക് മാത്രം എന്താ, എനിക്ക് മാത്രം എന്താ എന്നല്ല ചോദിക്കണ്ടേ, എന്താണ് ഇത് എന്നെ എന്താണ് പഠിക്കുന്നത്, ഇത് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്, വാട്ട് ഈസ് ടീച്ചിങ് മീ, മീൻസ് ഈ ഒരു പ്രോബ്ലം ഇവിടെ എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഒരു പ്രോബ്ലം ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് ആലോചിക്കാം, ആ ഒരു പ്രോബ്ലം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്, എനിക്കത് എന്തുകൊണ്ട് വന്നു, എന്താണ് അതെന്നെ എന്നെ സ്ട്രോങ് ആക്കാനാണ് അത് വന്നിട്ടുള്ളത്, ഞാന് ലക്കി അല്ലാത്തത് കൊണ്ടല്ല, ഞാൻ ഈ ഒരു ഫെയിലിയറിന് വീണ്ടും തുടങ്ങണം, ആ ഒരു ഫെയിലിയറിന്റെ ഫീഡ്ബാക്ക് ഞാൻ എടുക്കണം ഇല്ലേ. ഇവിടെ ഇതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അതായത് എന്താ എനിക്ക് മാത്രം എന്നുള്ള തോട്ട് മാറ്റിയിട്ട് ഇതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത് എന്നുള്ള തോട്ട് കൊടുക്കുക. അപ്പൊ അവിടെ നമുക്ക് കാരണം കണ്ടെത്താൻ പറ്റും. ആ കാരണം കണ്ടെത്തി അത് അവിടെ ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് ആവാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ എസ് എന്ന് അടിക്കാട്ടോ. ഓക്കെ ഓക്കെ, എസ്. ചാറ്റിലും വരാൻ പറ്റില്ല, ഒന്ന് രണ്ട് പേരൊക്കെ ഉള്ളല്ലോ. നെക്സ്റ്റ് നമുക്കിനി പറയേണ്ടത് സൈക്കോളജി ഓഫ് റെസിലിയൻസ് ആണ്. അതായത് റെസിലിയൻസിന്റെ സൈക്കോളജി എന്ന് പറഞ്ഞാല് നമുക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിജീവനം ഡെവലപ്പ് ചെയ്യാൻ ഒരു ദിവസം കൊണ്ടൊന്നും അത് നടക്കൂല. ബ്രെയിനിനെ എന്ത് ചെയ്യണം, ഇമോഷണൽ പാറ്റേണ് ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യണം. നമ്മള് ഡെയിലി ഇത് റിപ്പീറ്റ് ചെയ്യണം. നമ്മുടെ പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണെങ്കിലും, അതുപോലെ തന്നെ അഫർമേഷൻ ആണെങ്കിലും, വിഷ്വലൈസേഷൻ ആണെങ്കിലും, നല്ല ഹാബിറ്റ്സ് ആണെങ്കിലൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ ബ്രെയിനിനെ എന്ത് ചെയ്യണം, ഒരു ലേണിംഗ് ത്രൂ ആക്കിയിട്ട്, അതായത് ഈ ഒരു ഫെയിലിയർ വന്നാലും അതിൽ നിന്ന് മാറി റെസിലിയൻസ് ഡെവലപ്പ് ചെയ്യുക, അതിജീവനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യന്നെ വേണം. അതിന് പറ്റിയ കുറച്ച് ടൂൾസ് ആണ് എന്താണ്, സെൽഫ് ടോക്ക്, പോസിറ്റീവ് സെൽഫ് ടോക്ക്, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, നല്ല വിഷ്വലൈസേഷൻ, അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യമാണ് പിന്നെ ഹാബിറ്റ്സ്, അതിന് പറ്റിയ നല്ല ഹാബിറ്റ്സ്, നല്ല പോസിറ്റീവ് ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത് ഒരു ദിവസം എന്നല്ല എല്ലാ ദിവസവും അത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. എന്ത് കാര്യത്തിലാണ് നമുക്ക് ഫെയിൽ ആയത് ആ ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ വക കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സക്സസ് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫെയിലിയറിന്ന്
നമുക്കത് അതിജീവിച്ച് നല്ലൊരു ലൈഫിലോട്ട് നമുക്ക് പോകാൻ കഴിയും. അവിടെ ഫെയിലായി എന്ന് പറഞ്ഞ് ഇന്നും കരഞ്ഞിരിക്കരുത്. കരഞ്ഞോ, സങ്കടം മാറുന്ന വരെ ഒരു ദിവസമൊക്കെ കരഞ്ഞു, പക്ഷെ കരഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാല് ആയിരത്തേ ഉണ്ടാവും. അപ്പൊ അതിന് ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ വേണം എന്നാണ് പറയുന്നത്. ദെൻ കുറച്ച് കാര്യങ്ങളാണ് പറയേണ്ടത്. ഇപ്പൊ എന്തെങ്കിലും നമുക്കൊരു റെസിസ്റ്റൻസ്, തടസ്സം വന്നു, നമ്മുടെ ജോലി നമ്മുടെ പിരിച്ചുവിട്ടു, റിജക്ട് ചെയ്തു, അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, നമ്മുടെ ഇഷ്യൂസ്, അതായത് തടസ്സങ്ങൾ, നമ്മുടെ ലൈഫിൽ വന്ന ഡെയിലി ലൈഫിലുള്ള തടസ്സങ്ങളില് നമ്മൾ ഫസ്റ്റ് വൺ ചെയ്യേണ്ടത് അക്സെപ്റ്റൻസ് ആണ്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ, അത് വന്നു. അല്ലെങ്കിൽ ഒരാൾ മരിച്ചതാണെങ്കിൽ ഇന്നയാൾ മരിച്ചു പോയി, അതവിടെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, മീൻസ് സ്വീകരിക്കുക. നമ്മളത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോയി, ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക. യെസ്, ഓക്കെ, ബിസിനസ് ഫെയിലായി, അത് റെസിസ്റ്റ് ചെയ്യേ, അങ്ങനെയൊന്നുമില്ല, അതങ്ങനെയൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ റെസിസ്റ്റ് ചെയ്യല്ല വേണ്ടത്. അത് റെസിസ്റ്റ് ചെയ്താൽ കൂടുതൽ നമുക്ക് പെയിൻ വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളത് അക്സെപ്റ്റ് ചെയ്യാം. മനസ്സിലായല്ലോ അല്ലെ? അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റൻസ് ആണ് ഫുൾ റിയാലിറ്റി. എന്താണോ ആ റിയാലിറ്റി, അപ്പൊ ഉണ്ടായ റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺട്രോൾ സെൽഫ് ടോക്ക്. കൺട്രോൾ സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ സെൽഫ് തന്നെ ഇങ്ങനെ നെഗറ്റീവ് ടോക്ക് വരും, നെഗറ്റീവായിട്ട് നമ്മൾ സംസാരിക്കും. സെൽഫായിട്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുക അവരില്ലേ, വെറുതെ ഇരിക്കുമ്പോഴോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അതല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ആയിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ഭാഗ്യമില്ലായ്മയായിട്ടോ നമ്മുടെ പിന്നെ ഫെയിലിയർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലാതെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ സ്വന്തം ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്ന സെൽഫ് ടോക്ക് ആണെങ്കിലും കൺട്രോൾ ചെയ്യുക. ഇനി മറ്റുള്ളവരോടാണെങ്കിലും അവരോട് പറയുമ്പോൾ അവരൊന്നും കൂടെ കുറച്ചും കൂടെ കൂട്ടി നമ്മൾ, അല്ലെങ്കിൽ എനിക്ക് അതൊന്നും പറ്റൂല, നീ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്നും കൂടെ ഡെസ്പാക്കും. അപ്പൊ സെൽഫ് ടോക്ക് നെഗറ്റീവായിട്ടുള്ള എല്ലാ ടോക്കും ഒഴിവാക്കുക. സ്വന്തമായിട്ടാണെങ്കിലും തോട്ട് ഒഴിവാക്കുക. ഓക്കെ, നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടാവണം. അതായത് ഇമോഷൻ സപ്രസ് ചെയ്യണ്ട. അപ്പൊ വരുന്ന വികാരം എന്താണോ അത് സപ്രസ് ചെയ്യണ്ട, അത് ഒളിപ്പിച്ചു വെക്കുക, അതിങ്ങനെ അടിച്ചമർത്തി ഒന്നും ചെയ്യണ്ട. അവിടെ എന്ത് ചെയ്യാം, അതിനെ ആ ഇമോഷനെ ഫീൽ ചെയ്യുക, എന്നിട്ട് അത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസ് ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സങ്കടം വരികയാണെങ്കിൽ നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും ഇല്ലേ? ദേഷ്യം വരികയാണെങ്കിൽ കുറച്ച് ഒന്ന് ദേഷ്യപ്പെട്ടു, ആ ദേഷ്യം കഴിയുമ്പോൾ നമ്മൾ കൂളാവും ഇല്ലേ? ആ എന്താണോ ഇമോഷൻ, അവിടെ നമ്മൾ ആ ഇമോഷനെ ഫീൽ ചെയ്യുക, ദെൻ അത് പ്രോസസ് ചെയ്ത് നമ്മൾ ഓക്കെ ആവും. ഓക്കെ, ദെൻ ബിൽറ്റ് ഇന്നർ സ്ട്രെങ്ത്. അടുത്ത ചെയ്യേണ്ടത്, അതായത് റെസിലിയൻസിന്റെ കുറച്ച് ടൂൾസ് ആണ് പറയുന്നത്. ബിൽറ്റ് ഇന്നർ സ്ട്രെങ്ത്. ഉള്ളിൽ തന്നെ നമ്മൾ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് വേണം, നമുക്കൊരു ശക്തി വേണം. എന്നെക്കൊണ്ട് കഴിയും, ഞാനത് വീണ്ടും ചെയ്ത് സക്സസ് ആയിട്ട് കാണിച്ചു കൊടുക്കും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്യും. ഓക്കെ, ദെൻ അതിന് ഈ ഇന്നർ പിന്നെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മെഡിറ്റേഷൻ. നിങ്ങൾക്ക് അറിയണത് തന്നെ, മെഡിറ്റേഷൻ, അഫർമേഷൻ, അതുപോലെ തന്നെ പ്രയർ, പ്രാർത്ഥിക്കുക, ഡെയിലി പ്രാർത്ഥിക്കുക. ദൈവത്തോട് നമ്മളൊക്കെ കഴിയാത്തത് നമ്മൾ ദൈവത്തിനെ ഏൽപ്പിക്കും അല്ലെ, അവിടെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ബ്രീത്ത് എക്സസൈസ്, ജേർണലിങ്, പിന്നെ ഈ പറഞ്ഞ പോലെ അഫർമേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നവരായതുകൊണ്ട് ഇതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഇല്ലല്ലോ, അറിയെങ്കിൽ ലെസൺ അടിക്കാം. എന്തെങ്കിലും ഒന്നും അറിയില്ലെങ്കിൽ വേണമെങ്കിൽ ചാറ്റിൽ വന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് നമുക്കൊരു ഫെയിലിയർ വന്നു, അവിടെ നമ്മൾ കരഞ്ഞിരിക്കാണ്ട് തകർന്നിരിക്കാണ്ട് അഫർമേഷൻസ് പറയാം, പ്രാർത്ഥിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം, ബ്രീത്ത് ചെയ്യാം, ജേർണലിങ് ചെയ്യാം. നമ്മള് ഫെയിലിയർ വരാൻ എന്താണ് കാരണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് എഴുതാം. ഓക്കെ, ദെൻ സ്റ്റോപ്പ് വിക്ടിം മെന്റാലിറ്റി. ഓക്കെ, അറിയാം. സ്റ്റോപ്പ് വിക്ടിം മെന്റാലിറ്റി എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ഇരയാണ് എന്നുള്ള ഒരു തോട്ട് നമ്മൾ എന്ത് ചെയ്യാ, മാറ്റുക. എപ്പോഴും ആളുകൾ പറയും അല്ലെ, ഒരു വിക്ടിമായിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുക എപ്പോഴും ലൈഫിൽ. എപ്പോഴും ജീവിതം എന്നെ പരീക്ഷിക്കുകയാണ്, ഈ ജീവിതം എന്നെ മാത്രം, അങ്ങനെ പറയും, എന്നെ മാത്രം പരീക്ഷിക്കുകയാണ്, എനിക്ക് എവിടെ ചെന്നാലും പരീക്ഷണാണല്ലോ ദൈവമേ. അതേപോലെ തന്നെ ഒരു കാര്യം പോലും അവര് അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും, അത് ഇന്നേ വരെ എടുത്തു പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇതൊരു ചെറിയൊരു പരീക്ഷണം, ഒരു തോൽവിയോ, ഒരു പരീക്ഷയിൽ പാസ്സാകില്ല, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കായി, ഇതൊക്കെയാണെങ്കിൽ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും അല്ലേ?
എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പണ്ടത്തെ പരാജയങ്ങളും പണ്ടത്തെ ഫെയിലിയറും ഒക്കെ എടുത്തിട്ട് മറ്റ് ഇങ്ങനെ മറ്റുള്ളവരോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വിക്ടിം മെന്റാലിറ്റി നിർത്തുക. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മളിങ്ങനെ പറയാണ്, ഞാന് എന്താ പഠിച്ചപ്പോഴും അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഒരു വിഷയത്തിന് പോയി, അത് കഴിഞ്ഞിട്ട് അത് എഴുതിയെടുത്ത് ഒരു വർഷം മിസ്സായി, എന്നിട്ട് പിന്നെ അങ്ങനെ എന്നൊക്കെ പറയാം. PSC റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിൽ അത് ലാസ്റ്റ് ടൈമിൽ എന്തായിപ്പോയി, അത് ക്യാൻസൽ ആയിപ്പോയി, ആ ലിസ്റ്റ്, എനിക്ക് ജോലി കിട്ടിയില്ല. ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങോട്ട് നിരത്തിയാൽ ഒരു വലിയ ബുക്കിൽ എഴുതാൻ മാത്രമുള്ള പരാതികൾ ഉണ്ടാവും. ഈ പരാതികൾ പറഞ്ഞ് ജീവിച്ചവർക്ക് ആ പരാതികളോടുകൂടെ അങ്ങനെ മരിച്ചു പോവാം. പക്ഷെ അതല്ല, ഇതൊരു പരീക്ഷണമല്ല, എനിക്കൊരു അനുഗ്രഹമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇത് പറയാം. ആള് MCA ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ദുബായിലോട്ട് പോയിട്ട് ആൾക്ക് അവിടെ ജോലിയൊന്നും കിട്ടിയില്ല. കുറേ ഇന്റർവ്യൂ, ഒരു എന്താ പറയാ, വിസിറ്റ് വിസക്കാണ് അന്നൊക്കെ, 3 മാസത്തെ വിസിറ്റ് വിസയാണ്. 3 മാസത്തെ വിസിറ്റ് വിസക്ക് പോയി ഒരുപാട് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് ഒരു ജോലിയും കിട്ടിയില്ല. അതായത് ആൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നിടത്ത് റിജക്ട് ചെയ്യുമല്ലോ. അങ്ങനെ ആൾ ആ 3 മാസം കഴിഞ്ഞ് അവസാനം എന്ത് ചെയ്ത് പോന്ന്. കാരണം 3 മാസം കഴിഞ്ഞ അവിടെ, ഹലോ, 3 മാസം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ആള് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോന്നു. നാട്ടിൽ പോകുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോ ഉണ്ട് ഒരു കമ്പനിയിൽ നിന്ന് വിളിക്കുന്നു. ഒരു കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു കമ്പനിയിൽ നിന്ന് വിളിക്കുന്നു, ആൾക്ക് അവിടെ ജോലി. പക്ഷേ ആൾക്ക് പോകാൻ പറ്റില്ല. കാരണം പിന്നെ വിസ എടുത്ത് നെക്സ്റ്റ് പോകണല്ലോ, നമുക്ക് പെട്ടെന്നൊന്നും ഓടി പോകാൻ പറ്റില്ലല്ലോ. അപ്പം അതൊന്നും നടന്നില്ല. അപ്പൊ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന്, അയ്യോ എനിക്ക് ദുബായിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയില്ല, ഒരു അക്കോമഡേഷൻ ശരിയായി കിട്ടിയില്ല. അക്കോമഡേഷനൊക്കെ ഭയങ്കര കാശാണല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് അവിടെ കയറായിരുന്നു, 3 മാസം വീണ്ടും നീട്ടിയെടുക്കാലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി പറഞ്ഞിരുന്നു. പക്ഷെ ആൾ എന്നിട്ട് എന്ത് ചെയ്തു, തോറ്റില്ല. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻഫോ പാർക്ക്, ഞങ്ങളിവിടെ എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിൽ ജോലിക്ക് കയറി. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് കയറി. 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും അവർ ഓസ്ട്രേലിയക്ക് വിട്ട്. ഈ സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഓസ്ട്രേലിയക്ക് വിട്ടത്. ഒരു വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു. പിന്നെ ആ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ ആൾ അവിടെ തന്നെ വേറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആൾ അവിടെ തന്നെ വേറെ ജോലി കണ്ടെത്തി. അവിടെ PR ഒക്കെ എടുത്ത് ഫാമിലിനെ എല്ലാവരും കൊണ്ടുപോയി സെറ്റായി. ഇവിടെ എന്താ നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ദുബായിൽ നിന്ന് ദുബായി പോകാൻ പറ്റില്ല, ദുബായിത്തെ ജോലി എനിക്ക് ഇതാക്കാൻ പറ്റിയില്ല എന്ന് പരാതി പറഞ്ഞിരിക്കാതെ നെക്സ്റ്റ് ഒരു ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ട് ആളുടെ ലൈഫിൽ അതിലും വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, ഇല്ലേ? ആ സമയം ഇവിടെ തകർന്നിരുന്നെങ്കിൽ, എനിക്ക് നാട്ടിലെ ജോലിയൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഒന്നും വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നെങ്കിൽ ആ ഒരു ഇരുത്തേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു റിജക്ഷൻ, അവിടെ ദുബായിൽ നിന്ന് റിജക്ട് ചെയ്തത് അതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്, ദൈവം നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റിജക്ഷൻ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? അങ്ങനെയാണ് നമ്മുടെ ലൈഫിലൊക്കെ ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, ആള് ദുബായിൽ വർക്ക് ചെയ്ത് അയാട്ടെ എന്തോ കോഴ്സ് കഴിഞ്ഞിട്ട് അവിടെ കാർഗോന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യാൻ കയറിയപ്പം അറബി അറിയില്ല, ഇംഗ്ലീഷും വല്ലാണ്ടൊന്നും അറിയില്ല. നമ്മുടെ മലയാളമല്ലേ നമുക്കറിയുള്ളൂ, നമ്മൾ മലയാളം മീഡിയത്തിലൊക്കെയല്ലേ പഠിക്കുക. അപ്പം ജോലിയൊക്കെ കിട്ടിയെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാസം അക്കൗണ്ടിങ്ങിൽ അവിടെയാണ് ഇരിക്കുന്നത് പോസ്റ്റ്. അപ്പം അവിടുത്തെ ദിർഹമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രൂപയും ദിർഹവും തമ്മിൽ നല്ല മാറ്റം ഉണ്ടല്ലോ. അതൊക്കെ ചെന്ന ഉടനെ നമുക്കൊന്ന് ഓക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അക്കൗണ്ടിൽ എന്തൊക്കെയോ പ്രോബ്ലംസ്, ഇവനും ബാക്കി കൊടുത്തതിന്റെയോ അങ്ങനെയൊക്കെ പ്രോബ്ലംസ്, കുറച്ച് ഒരു 5 വർഷം മുമ്പുള്ള കാര്യം കേട്ടോ. ഭയങ്കര പ്രോബ്ലം. ആ MDയുടെ കയ്യിൽ നിന്ന് നല്ല ചീത്തയൊക്കെ, ആള് അറബിയിലൊക്കെ ചീത്ത പറയുന്നു. അപ്പം ഇവനൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ചീത്ത ഏത് ഭാഷയിലും നമുക്കറിയാലോ. പിന്നെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. ഇവൻ എന്തെങ്കിലും ക്യാഷിൽ എന്തെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, അവന്റെ തെറ്റ് കാരണം പോയിട്ടുണ്ടെങ്കിൽ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. അപ്പൊ ആൾക്കന്ന് അധികം ഏജ് ഒന്നുമില്ല, ഡിഗ്രി ഒരു 10-24 വയസ്സിന്റെ ഉള്ളിലുള്ളൂ. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജോലി. പറഞ്ഞു കഴിഞ്ഞാല് അവിടെ സെറ്റ് ആവാത്തോണ്ടാണ്. അപ്പൊ ഇയാൾ അറബിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീത്ത പറയുമ്പോ ഇവൻ മലയാളത്തിൽ പറയൂത്രേ, ഞാൻ നിന്നെ ശരിയാക്കുന്നൊക്കെയുള്ള രീതിയിൽ മലയാളത്തിൽ എന്തെങ്കിലും പറയുന്നു. അപ്പൊ എന്ന് വെച്ചാല് ശരിയാക്കുന്നല്ല, ഞാൻ ഇതിനേക്കാൾ നല്ലൊരു പൊസിഷനിൽ വരും, ഞാൻ നിന്നെ ചീത്ത പറയുന്ന ഒരു ലെവലിൽ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ ഇന്നൊരു ഡയലോഗ് പറയും, നല്ല ഡയലോഗ്, പോസിറ്റീവ് ആയിട്ടുള്ള ഡയലോഗ് പറയും. എന്നിട്ട് എല്ലാവരും അവരോട് പറഞ്ഞു, അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്ത് ചെയ്ത് നിർത്തി പോന്നോ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഫാമിലി, അപ്പൊ നീ നിർത്തി പോന്നോ, കുഴപ്പമില്ല, നമുക്ക് നാട്ടിൽ എന്തെങ്കിലും നോക്കാന്നൊക്കെ പറയും. പക്ഷെ ഇവൻ പിടിച്ചിരുന്നു. 1-2 മാസം കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവില്ലേ? ആ ചെന്ന സ്ഥലത്തായിട്ട് അവിടുത്തെ ലാംഗ്വേജ് പഠിക്കും, അവിടുത്തെ കറൻസി വിനിമയം നടത്താൻ നമ്മൾ പഠിക്കും, എല്ലാം ഓക്കെ ആയപ്പോ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു കമ്പനിയില് ഇതിന്റെ എല്ലാ പ്രോസസ്സും പഠിച്ചു. അതായത്
കൊറിയർ എങ്ങനെയാണ് പോണത്, കൊറിയർ എന്തൊക്കെ സാധനങ്ങളാണ് ആളുകൾ അയക്കണേ, അതായത് ഈ മൊത്തം ഈ ഒരു കൊറിയർ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ അവൻ പഠിച്ചു. വെറുതെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് അവിടെ ഇരുന്നില്ല. എന്നിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേനും ആൾ എന്ത് ചെയ്തു, കുറച്ച് ക്യാഷ് ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ, ഗോൾഡ് ഒക്കെ ഉള്ളതാണ്, അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ക്യാഷ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു കൊറിയർ കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്തു ആള്. ഒരു വിത്തിൻ 1 ഇയർ. സാധാരണ ആളുകൾ എന്ത് ചെയ്യും, ആ ചീത്തയും കേട്ട് ഒന്നുകിൽ ജോലി റിസൈൻ ചെയ്യും, അതല്ലെങ്കിൽ ആ ജോലിയിൽ തന്നെ പിടിച്ചു നിൽക്കും, കഷ്ടപ്പെട്ട്. വീട്ടിൽ കഷ്ടപ്പാടാണെങ്കിൽ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കും അല്ലെ, പക്ഷെ ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ആള് MD-യുടെ അടുത്ത്, ബോസിന്റെ അടുത്ത് ചീത്ത കേൾക്കുന്നുണ്ട്. ആ ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചീത്ത കേൾക്കും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ ഭയങ്കര ഹാഷായിട്ട് പെരുമാറുന്ന ആളുകൾ ഉണ്ടാവില്ല ചില ആളുകളാട്ടോ, ചിലരല്ല. അപ്പൊ അത് ചിലര് ജോലി നിർത്തി അതെ എനിക്കിത് ഈ പണി പറ്റിയതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കും ചിലര് ഇതിന്ന് എങ്ങനെ മാറാം, ഇതിനേക്കാൾ വലുതാവാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അവന് ഒരു വിത്തിൻ 1 ഇയറിനുള്ളിൽ വേറൊരു കൊറിയർ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിൽ സക്സസ് ആയി. ഇപ്പൊ 1-2 കമ്പനികൾ റൺ ചെയ്യുന്നു. കൊറോണ കാലത്ത് എങ്ങാണ്ടാണ് എനിക്ക് ഒന്ന് ഡൗൺ ആയി, പക്ഷെ പിന്നീട് കൊറോണയുടെ ടൈമിൽ ഡൗൺ ആയില്ല, കൊറിയർ കുഴപ്പമില്ല, വേറെ ഏതോ ഒരു ടൈമിൽ ഒന്ന് ഡൗൺ ആയി. അത് കഴിഞ്ഞ് പ്രളയം എന്തോ ദുബായിൽ വന്നു. പക്ഷെ എന്നാലും അത് ഓക്കെ ആക്കാനുള്ള കയ്യിൽ അവന്റെ സേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് പല രീതിയിലും. ഇപ്പൊ നമ്മള് 2 ആളുകൾ പോയാൽ ഒരാൾ ജോലി നിർത്തി പോന്നിട്ടുണ്ടാവും, പക്ഷെ രണ്ടാമത്തെ ആള് അവിടെ പിടിച്ചു നിന്ന് അതിനേക്കാൾ വലിയ രീതിയിൽ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ഈ റെസിലിയൻസ്. എന്തൊക്കെ തടസ്സമുണ്ടോ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിക്കണ്ട്. ഈ തടസ്സം ബോസ് പറയുന്ന വഴക്കിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിക്കണ്ട്. ബോസിന്റെ വഴക്കേക്കാൾ ഞാൻ എന്നെ ബോസ് ആണെങ്കിൽ ഇന്ന് ആരും ഒന്നും പറയില്ലല്ലോ. ആ ഒരു ലെവലിലേക്ക് ഉയരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അത് സക്സസ് ആയി. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് സാധ്യമാണ് എന്നാണ് ഞാൻ ഇതൊരു റിയൽ സ്റ്റോറിയാണ് കേട്ടോ അതിലൂടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ജീവിതത്തിനെ വിക്ടിം മൈൻഡ് സെറ്റ് ആയിട്ട് കാണാതിരിക്കുക. പിന്നെ ഫെയിൽ ആയാൽ ലേൺ ഫ്രം ഫെയിലിയർ എന്ന് പഠിക്കുക. നമുക്ക് അതൊരു ലെസൺ ആണ്, നമ്മൾ റീഡയറക്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്കതൊരു ഗ്രോത്ത് ആണ് അല്ലെ, നമ്മുടെ ലൈഫിൽ അതൊരു ഗ്രോത്ത് ആയിട്ട് കാണാം, അതൊരു വളർച്ചയ്ക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് കാണാം. ഓക്കെ, ഒരു കമ്പനിയിൽ നിന്ന് റിജക്ട് ചെയ്താൽ അതിലും വലിയ കമ്പനിയിലോട്ട് CV കൊടുക്കുക, അപ്ലൈ ചെയ്യുക, അതിന്റെ അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഒന്നിന്ന് പോലെ എനിക്ക് അതിലും വലിയൊരു ഒരാൾ റിജക്ട് ചെയ്താലും എന്നെ അതിലും വലിയൊരു പൊസിഷനിലേക്ക് ക്രിയേറ്റർ റീഡയറക്ട് ചെയ്താണെന്ന് ആത്മവിശ്വാസത്തോടുകൂടെ പറയാം അല്ലേ. ഓക്കെ, ദെൻ കീപ് മൂവിങ്. അത് എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും മൂവ് ചെയ്യാം. ഇപ്പൊ റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ് ആണെന്ന് നോക്കാം, ഡിവോഴ്സ് ആയി നോക്കുക. അപ്പൊ അവിടെ സ്റ്റക്ക് ആവരുത്, സ്റ്റക്ക് ആയിരിക്കരുത്, മൂവ് ചെയ്യാം. ഒരു വിത്തിൻ 3 മന്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെക്കൻഡ് മാരേജ് ചെയ്യണോ, ട്രൈ ചെയ്യാം. അപ്പൊ എന്താ നമുക്ക് ഇവിടെ ഒരു ലെസൺ ഉള്ളത്, നമ്മുടെ ഫസ്റ്റ് മാരേജ് എത്ര വർഷം ഉണ്ടായിരുന്നു, ആ വർഷത്തിനുള്ളിൽ നമുക്ക് പറ്റിയ ഫാൾട്ട് എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു കപ്പിൾസിനിടയിൽ, നമ്മുടെ ഭാര്യയും ഭർത്താവിനിടയിൽ എന്താണ് പ്രോബ്ലം ഉണ്ടായിരുന്നത്, എന്തായിരുന്നു എന്റെ ക്യാരക്ടറിൽ എന്തായിരുന്നു പ്രോബ്ലം, ഞാൻ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് മാരേജിലോട്ട് പോവുക. അല്ലാതെ അവിടെ മൂവ് ചെയ്യാതെ തളർന്നിരിക്കരുത്. അതൊരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞാൽ, കരിയർ ആണെങ്കിലും മറ്റു ബിസിനസ് എന്ത് കാര്യമാണെങ്കിലും ഈ ഒരു ഹെൽത്ത് വെൽത്ത് ഒക്കെ ആണെങ്കിലും. ഇപ്പൊ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഭയങ്കര എനിക്കറിയാം, ഈ ഇവിടെ കൊച്ചി ഭാഗത്തൊക്കെ ഫുൾ നൈറ്റ് ലൈഫാണ്. രാത്രി ഇറങ്ങുക, അൺഹെൽത്തി ഫുഡ്, പിസ്സ ബർഗർ അത് ഇത് അങ്ങനത്തെയൊക്കെ കഴിക്കുന്ന ആളുകളാണ്. ഒരു ഹെൽത്തും ശ്രദ്ധിക്കാതെ, അറിയാലോ പല ടൈപ്പ് ഫുഡുകളും നമുക്ക് കിട്ടും. അത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ, വയറിനോ മറ്റു വേറെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരുമ്പോ അവിടുന്ന് നമ്മൾ പഠിക്കും. നമ്മുടെ ഭക്ഷണശീലം വളരെ ബാഡ് ആയിരുന്നു, അത് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. എന്നിട്ട് പിന്നെ ഇവര് ഹെൽത്തി ആയിട്ട് നടക്കും അല്ലെ. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പുറത്തൊന്നും ഫുഡൊന്നും കഴിക്കൂല, കുക്ക് ചെയ്യും, അതുപോലെ വെജിറ്റബിൾസ് കഴിക്കും. എന്തൊക്കെ ആഡ് ചെയ്യണോ, പ്രോട്ടീൻസോ എന്തൊക്കെ ആഡ് ചെയ്യണ്ടേ, ഒരു ഡയറ്റ് അവര് കൺട്രോൾ ചെയ്ത് ആ ഡയറ്റിൽ കൊണ്ടുപോകും. നമുക്കറിയാം 70 വയസ്സായി നമ്മുടെ മമ്മൂട്ടിക്ക്. 70 വയസ്സായ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ എടുത്തു കഴിഞ്ഞാല് നല്ല ചേഞ്ച് ഉണ്ട് അല്ലേ, ഇല്ലേ, നല്ല ചേഞ്ച് ഉണ്ട്. അതെന്തുകൊണ്ടാ, മമ്മൂട്ടി കഴിക്കുന്ന വയറ്റിലോട്ട് പോണ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ട്. ആളുടെ ലൈഫ് ഭയങ്കര ചേഞ്ച് ആണ്. ക്യാഷ് ഉണ്ട് എന്ന് മാത്രമല്ല, ക്യാഷ് ഇല്ലെങ്കിലും നമുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. ക്യാഷ് ഇല്ല മീൻസ് അത്ര മമ്മൂട്ടിയുടെ അത്ര ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താ വെച്ചാൽ ആള് ഫുഡ് എന്താ പറയാ, പാൽച്ചായ പോലും കുടിക്കില്ല. അങ്ങനെ എന്ത് ഇഷ്ടപ്പെട്ടതാണ്, ബിരിയാണിയൊക്കെ 2 സ്പൂണ്, അതിലപ്പുറം കഴിക്കില്ല, ചോറ് കഴിക്കില്ല എന്നൊക്കെ പറയണേക്കാം, നമുക്കറിയില്ല. എന്നാലും നമ്മൾ ആ ഒരു ചേഞ്ച് അറിയാം. പിന്നെ അതേപോലെ ഇപ്പൊ പൊതുവെ ആണുങ്ങളൊക്കെ ബിൽഡ് ചെയ്യും, എന്താണ് ജിമ്മിൽ പോയിട്ട് മസിൽസ് ബിൽഡ് ചെയ്യും അല്ലെ. മസിൽസ് ബിൽഡ് ചെയ്യണമെങ്കിൽ വെറുതെ എന്തെങ്കിലും ചെറിയ എക്സസൈസ് ചെയ്താൽ മസിൽ ബിൽഡ് ആവുമോ,
ഇല്ലല്ലോ. കാരണം ഭയങ്കരമായിട്ട് റെസിസ്റ്റൻസ് ഓരോ എന്താ പറയാ ഡമ്പല് മറ്റു കാര്യങ്ങൾ കുറെ എക്സസൈസ് അവരത് കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കണേ. ഇനി നമ്മള് മിസ്റ്റർ കേരള അല്ലെങ്കിൽ അങ്ങനത്തെ മത്സരത്തിനൊക്കെ ഉള്ളവരെ കാണാം അല്ലെ, ബോഡിയൊക്കെ ഭയങ്കര എന്താ പറയാ ഒരു പ്രത്യേക ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ടാവും. ഇതൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും നടക്കണ കാര്യമല്ല അല്ലല്ലോ. ഇത് അവര് ട്രൈ ചെയ്ത് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് അവര് നമ്മുടെ അവരുടെ ബോഡി ബിൽഡ് ചെയ്യുന്നത്. അതേപോലെയാണ് നമ്മളും നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നമ്മുടെ ലൈഫ് ഇങ്ങനെ അടിപൊളിയായിട്ട് ഒറ്റയടിക്ക് വരില്ല. നമ്മൾ അവിടെ ഓരോ കാര്യങ്ങളും നമുക്ക് വരുന്ന ഫെയിലിയേഴ്സിലും എന്ത് കാര്യത്തിലും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് പിടിച്ചു നിന്ന് നമ്മൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ലെസൺസ് പഠിച്ച് അത് തെറ്റ് നമ്മുടെ ലൈഫിൽ ഇനി വരുത്താതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫും ബ്യൂട്ടിഫുൾ ആവണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്താൽ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മൂവ് ചെയ്യാതിരിക്കാതെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് അത് ഡെയിലി ചെയ്യുക എന്ന് കഴിഞ്ഞാല് അതിന് പ്രോഗ്രസ് ഉണ്ടാവും. സ്ലോ ആയിട്ടുള്ള പ്രോഗ്രസ് ആണെങ്കിലും ഇപ്പൊ കാണാൻ പറ്റില്ലെങ്കിൽ കൂടെ അത് പിന്നെ നമ്മളെന്താണ് മൊത്തത്തിൽ നമുക്ക് ഒരു സക്സസ് കൊണ്ടുവരും. നമ്മളിങ്ങനെ ചെറുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇപ്പൊ ജിമ്മിലൊക്കെ പോണവർക്ക് അറിയാം, ആദ്യത്തെ ഒരു മാസം ഒന്നും വലിയ ചേഞ്ച് ഒന്നും കാണില്ല. അവരിങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കും. പക്ഷെ പിന്നീട് ഇത് അവിടെ നിർത്തി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. പക്ഷെ നിർത്താതെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അവർക്കത് അവർ ആഗ്രഹിക്കുന്ന ഒരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതേ സംഭവം നമ്മുടെ ലൈഫിലേക്കും കൊണ്ടുവരാം. അതുപോലെ പറയണത് ഈ കരിയിൽ നിന്നാണ് നമ്മുടെ ഡയമണ്ട് ഉണ്ടാവണേ അല്ലെ, പ്രഷർ കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് ഓർണമെന്റ്സ് കാണാൻ ഭയങ്കര രസമാണ് അല്ലെ. പക്ഷെ ഈ ഗോൾഡ് ഭൂമിയിൽ നിന്ന് കിട്ടുമ്പോൾ ഇത്ര രസമൊന്നും ഉണ്ടാവില്ല. അതിനെ പല രീതിയിൽ പ്യൂരിഫൈ ചെയ്ത് എന്താ പറയുക ഉരുക്കി അടിച്ച് വരത്തിയൊക്കെയാണ് ഈ ഓർണമെന്റ്സ് ആവുന്നത്. അപ്പൊ എന്തൊരു സംഭവത്തിന്റെ അവിടെയും അവിടെ പ്രഷർ കൊടുക്കുന്നുണ്ട്. അതുപോലെ പുഴുവിനെ നമുക്കറിയാലോ, ഈ പുഴു പ്യൂപ്പ സ്റ്റേജിൽ കിടന്ന് ആ പ്യൂപ്പ പൊട്ടിച്ച് വന്നതിന് ശേഷമാണ് നല്ല ബട്ടർഫ്ലൈ ആയിട്ട് പറന്നു പോകുന്നത്. ആരും പെട്ടെന്നൊന്നും ആവണില്ല. ഒരു കുഞ്ഞുണ്ടാവണത് നമുക്കറിയാം ദൈവത്തിന് ഇത്ര കഴിവുണ്ട്, ഒരു നിമിഷം മതി ഓരോ ഉണ്ടാക്കാം. പക്ഷെ ഒരു കുഞ്ഞുണ്ടാവണ ഒരു അമ്മയുടെ വയറ്റില് 9 മാസവും 9 ദിവസവും ഒക്കെ കറക്റ്റ് ടൈമിംഗ് പറയുന്നുണ്ട്. ആ ഒരു ടൈം എടുത്താണ് അതിന്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ടൈം ഉണ്ട് അല്ലേ. അത് വേഗം വേണമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഒരു 6-ാം മാസത്തിൽ പുറത്തെടുത്തു കഴിഞ്ഞാല് വല്ല കാര്യം ഉണ്ടാവോ? ഇല്ല. അപ്പം അതാണ് പറഞ്ഞത്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതുകൊണ്ട് ആ സമയത്തിന് ഒരു പേഷ്യൻസ് വേണം നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ സക്സസ് ആവുന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യാം. പ്രഷർ ക്യാൻ ബ്രേക്ക്, അതായത് പ്രഷർ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വരുന്നത്, അത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ, നമ്മളെ വേറൊരു വ്യക്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രഷർ വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ലൈഫിൽ തന്നെ 10-38 വയസ്സൊക്കെ ഓരോ ടൈമിലും അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അതൊക്കെ വലിയ വലിയ പ്രോബ്ലംസ് ആയിരുന്നു. എന്നാൽ ഇപ്പൊ നോക്കുമ്പോ നമുക്കതൊന്നും അത്ര വലുതായി തോന്നില്ല. ഇപ്പൊ ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ സ്കൂളിലോ കോളേജിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം അത്ര വലിയ പ്രശ്നമായിട്ട് ഇപ്പൊ നമുക്കതൊരു കോമഡി ആയിട്ട് തോന്നും അല്ലേ. പക്ഷെ അത് വലിയ പ്രശ്നമായിരുന്നു. അത് അന്ന് ആരെങ്കിലും ചോദിക്കണത്, ഇപ്പൊ ഞാൻ പറയാ ഒരു ഡിഗ്രി 10-ാം ക്ലാസ് ഒക്കെ ഫെയിൽ ആയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങൂല. കാരണം ആളുകൾ ചോദിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട്. അപ്പൊ അത് ഇന്നാലോചിക്കുമ്പോ എന്താണ്, അത് അത്ര വലിയ കാര്യമായിട്ടല്ല. അവിടെ നിന്നൊക്കെ ഞാൻ സക്സസ് ആയല്ലോ എന്ന് സ്വയം നമ്മൾ പറയും അല്ലെ, ഇന്നർ തോട്ട് വരും. അപ്പൊ ഇതാണ് പറയുന്നത്, ഇത്ര ഉള്ളൂ എല്ലാതും. ഇപ്പോഴത്തെ പ്രോബ്ലം അങ്ങനെ തന്നെ ചിന്തിക്കുക. ഇത് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതൊന്നും ഇത്ര വലിയ പ്രോബ്ലം അല്ല, ഇതിന് ഞാൻ സക്സസ് ആവുന്നുള്ള രീതിയിൽ നമ്മൾ ഇമോഷണലി ഹീലിംഗ് ആവും. അതായത് നമ്മുടെ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ചിലപ്പോ പുറത്തുനിന്നുള്ള തടസ്സങ്ങളാണെങ്കിലും അത് നമ്മുടെ ഉള്ളില് ഹീലാവാതെ ഇങ്ങനെ കിടക്കുകയാണ്, സോൾവ് ആകാതെ കിടക്കുകയാണെങ്കിലാണ് അതൊരു വലിയ പ്രോബ്ലം. ഒരു മരണം ആവട്ടെ, ഒരു റിജക്ഷൻ ആവട്ടെ, ഒരു ഡിവോഴ്സ് ആവട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അത് സോൾവ് ആവാതെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലെ. ഇപ്പൊ മരണങ്ങളൊക്കെ ചിലർക്ക് ഒരിക്കലും ഹീലാവാതെ ഇങ്ങനെ കിടക്കും. അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അവിടെ ഹീലാവണം. അതുപോലെ തന്നെ നമ്മുടെ പല റിജക്ഷൻസും നമ്മുടെ മുറിവായിരിക്കും നമ്മുടെ ഉള്ളില്. അവരെന്നെ റിജക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒന്നിനും ട്രൈ ചെയ്യാനുള്ള ഒരു എനർജി പോലും ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല അങ്ങനെയുള്ളത്. അപ്പൊ ഇമോഷണലി ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യും അല്ലേ. ആൾക്കാർ പണ്ട് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ ഒരു ഡയലോഗ് അല്ല, ഒരു കഥ, കഴുതേനെ പിന്നെ
കഴുതേനെ അമ്മയും അച്ഛനും മോനും കൂടെ യാത്ര ചെയ്യാണ്. അപ്പൊ കഴുതയുടെ പുറത്ത് ആദ്യം മോനിരിക്കുമ്പോ എന്ത് മോനത് അച്ഛനെ നടത്തുന്നു എന്ന് പറയും. പിന്നെ അച്ഛനിരിക്കുമ്പോ എന്ത് അച്ഛനാ മകനെ നടത്തുന്നു എന്ന് പറയും. ഇപ്പൊ രണ്ടുപേരും പിന്നെ ഇരിക്കുമ്പോ പറയും എന്തോ ഒരു കഷ്ടം കഴുത, പാവം കഴുത. പിന്നെ കഴുതേനെ രണ്ടുപേരും കൂടി കയറിയിരുന്ന് അത് ചാവാറായി എന്നൊക്കെ പറയും. ഇങ്ങനെ ആളുകൾ നമ്മൾ എന്ത് ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്തു. ആളുകൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അവരെ പണി അതാണ്, മറ്റുള്ളവരെ നോക്കി എന്തെങ്കിലുമൊക്കെ പറയാം. അതൊക്കെ കേട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് എവിടെ എത്തൂല. നമ്മൾ എന്താ പറയുക, ക്രിറ്റിസിസം ഒക്കെ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ എടുക്കാം. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ലൈഫിൽ നീ ചെയ്തത് തെറ്റാണ് കേട്ടോ, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, പകരം ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാണ്. ഇപ്പൊ ഞാനൊരു സെഷൻ എടുക്കുകയാണ്, അപ്പൊ എന്നോട് ഇപ്പൊ സാർ പറയാണ് നീ ഇങ്ങനെ സെഷൻ എടുത്തപ്പോ ഇതിലിങ്ങനെ ഒരുപാട് എന്താ പറയാ ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടായില്ല, നീ ഓഡിയൻസിനെ ഒന്നും അതിൽ ഇൻവോൾവ് ചെയ്തില്ല, അപ്പൊ നീ അത് ഒന്നും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ നെക്സ്റ്റ് എടുക്കുമ്പോ അതൊന്ന് ശ്രദ്ധിക്കണം അല്ലേ. നെക്സ്റ്റ് എടുക്കുമ്പോ ഇതൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പറയാം. പക്ഷെ അതിന് പകരം ഓ സാർ എന്നെ പറ്റിയിട്ട് സാർ എന്നെ ക്രിട്ടിസൈസ് ചെയ്തു, എനിക്ക് സെഷൻ എടുക്കലൊന്നും നടക്കൂല, ഞാൻ ഈ സെഷൻ എടുക്കാനേ ഇല്ല എന്ന് പറയാനും എനിക്ക് പറ്റും അല്ലേ. ഇവിടെ ക്രിട്ടിസിസം വന്നു കഴിഞ്ഞാൽ അത് ഹെൽത്തി ക്രിട്ടിസിസം ആവണം, പറയണത് ഹെൽത്തി ആവണം. ഹെൽത്തി അല്ലാത്ത ക്രിട്ടിസിസം ഉണ്ടാവും കേട്ടോ, നമ്മളെ തകർക്കാൻ വേണ്ടി പറയണതും ഉണ്ടാവാം. അതല്ല, നമ്മൾ ഏത് ക്രിറ്റിസിസം ആണെങ്കിലും നമ്മളത് നല്ല രീതിയിൽ പോസിറ്റീവായി എടുത്തിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കുക, അത്രേ പറയാനുള്ളൂ. അത് നമ്മുടെ ലൈഫിലാണെങ്കിലും മറ്റുള്ളവർ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യുക. നമ്മൾ സ്വയം ചെയ്യും, എനിക്ക് മടി, എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറ്റബോധം, അന്ന് അങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ കാരണം അവർ മരിച്ചല്ലോ, അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ അറിയാലോ അല്ലെ, ഞാൻ കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ ഗിൽറ്റ് ഫീൽ ചെയ്തുകൊണ്ട് ജീവിക്കുക. അതുകൊണ്ടൊന്നും കാര്യമില്ല. അവിടെ ഹീലാവുക, ഹീലായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യാം. അപ്പൊ ഒന്നും പണിഷ്മെന്റ് അല്ല, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് മനസ്സിലാക്കുക. നമ്മളെ പണിഷ് ചെയ്യാനല്ല ഈ കാര്യങ്ങളൊന്നും വരും. ഇപ്പൊ ജീവിതം തന്നെ ഒരു പരീക്ഷണം, എനിക്കൊരു പരീക്ഷണമാണല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഇതൊക്കെ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാണ്, നമ്മളെ മാറ്റുകയാണ്, നമ്മളെ സ്ട്രോങ് പേഴ്സൺ ആക്കുകയാണ് എന്ന് ചിന്തിക്കാം. ഓക്കെ, അത് നെഗറ്റീവ് ബിലീഫ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാം. എന്താണ് എൻ്റെ നെഗറ്റീവ് ബിലീഫ്സ് എന്നൊക്കെ എഴുതാം. എഴുതിയതിന് ശേഷം അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ നിങ്ങളെ നമ്മളുടെ ശക്തിനെ, നമ്മൾക്കൊരു പ്രോബ്ലം വരുമ്പോഴാണ് ഞാൻ ഇത്രയ്ക്ക് ശക്തി ഉള്ളവളായിരുന്നു എന്ന് നമുക്ക് സ്വയം തോന്നണം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു 10 വർഷം, കല്യാണം കഴിഞ്ഞ 11 വർഷം, 10 വർഷം ഞാൻ ജോയിന്റ് ഫാമിലിയിൽ 4 ആൺമക്കളുള്ള വാപ്പയും ഉമ്മയൊക്കെയുള്ള ഫാമിലിയിലായിരുന്നു. അപ്പം എനിക്ക് വഴി പോലും അറിയില്ല. ഞാൻ പാലക്കാടാണ്, ഇവിടെ എറണാകുളം ആലുവയാണ്. എനിക്ക് ഇവിടുത്തെ വഴി പോലും അറിയില്ല. ഒരാൾ എൻ്റെ വീട്ടിലോട്ട് എൻ്റെ റിലേറ്റീവ്സ് വരുമ്പോൾ വഴി ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കും. എന്നാൽ എനിക്കറിയില്ല. ഞാൻ പുറത്ത് ഒറ്റയ്ക്ക് പോയിട്ടേ ഇല്ല, ഒരു കാര്യത്തിന് ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഇനി വല്ല കല്യാണങ്ങൾക്കോ വല്ല ഷോപ്പിങ്ങിനോ പോവുകയാണെങ്കിൽ തന്നെ കൂടെ ഒന്നെങ്കിൽ ഹസ്ബൻഡ്, അതല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫാദർ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. കുറെ പേരായിട്ടേ കാറിൽ പോവുള്ളൂ. അപ്പം ഒറ്റയ്ക്ക് ഇന്നേ വരെ പോകേണ്ടി വന്നിട്ടുണ്ടായില്ല. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഞങ്ങളൊരു ഇപ്പൊ ഒരു 1 ഇയർ ആയി വീട് മാറി പുതിയ വീട്ടിലോട്ട് ഇരുന്നപ്പം ഫസ്റ്റ് ടൈം ഹസ്ബൻഡ് പോയി ഗൾഫിലാണ്. ഗൾഫിൽ പോയപ്പോ ഞാനും 3 കുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികളാണ്. എല്ലാരും ചോദിച്ചു നീയും 3 കുട്ടികളും ഒറ്റയ്ക്ക് ഇരിക്കുവോ, ഒറ്റയ്ക്ക് കിടക്കുവോ, ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടോ? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഒരു കടയിൽ പോയി ഒരു സാധനം, ഒരു ഉപ്പ് പോലും വാങ്ങേണ്ടി വന്നിട്ടില്ല. കാരണം എല്ലാരും ഉണ്ട്, അറിയാലോ. പക്ഷെ ഞാനതൊരു ചലഞ്ചായിട്ട് എടുത്തു. എനിക്കത് അവിടെ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് കുക്ക് ചെയ്താൽ മതി. ഇവിടെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി എനിക്ക് ആവശ്യമുള്ളത് വാങ്ങി കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ. കുട്ടികളെ സ്കൂളിലോട്ട് അയക്കേണ്ട കാര്യങ്ങൾ, സ്കൂളിലെ മീറ്റിങ്ങുകൾ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യും. ഇത് ഞാൻ എന്ത് ചെയ്തത്, നല്ലൊരു ചലഞ്ച്, എനിക്കൊരു സന്തോഷമാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാം, മറ്റുള്ളവരുടെ മെനു അല്ല, എൻ്റെ സ്വന്തം മെനു ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങാം, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകാം. ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. അല്ലാതെ അയ്യോ ഭയങ്കര കഷ്ടമാണ് കേട്ടോ, മക്കള് ചെറുതാണ്, പിന്നെ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടണം എന്നുള്ള രീതിയിൽ വിക്റ്റിമായി ഞാൻ നിന്നില്ല. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. ഇപ്പൊ ഞാൻ ഇപ്പൊ കോഴിക്കോട് പ്രോഗ്രാമിന് ഒറ്റയ്ക്ക് വന്നു, എന്റെ വീട്ടിലോട്ട് ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. മറ്റേത് എന്റെ വീട്ടിലോട്ട് പോകണമെങ്കിൽ ആരെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് വരണം, വന്നിട്ട് അവര് ഒന്നുകിൽ ടാക്സി എടുത്ത് വരും. 10,000 രൂപയാണ് ടാക്സിക്ക്, 5,000-ന് മുകളിലാവും. അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ട്രെയിനിൽ പോവും, ട്രെയിന് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ എന്റെ കാര്യങ്ങള് ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു. അതാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളെ സ്ട്രോങ് ആക്കും. ഇപ്പൊ എനിക്ക് തോന്നും എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റൂലേ, പിന്നെ രാത്രി പേടിയാവൂലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 4 പേരുണ്ട് പറയും. ചെറിയ കുട്ടികളാണെങ്കിൽ അവരുണ്ടല്ലോ, 4 പേരുണ്ട്. ഇങ്ങനെ നമ്മൾ തളർത്തേക്ക് നീ ഒറ്റയ്ക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, 4 മക്കളും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ
അപ്പൊ അത് എൻ്റെ ഒരു കഴിവായിട്ട് തന്നെ ഞാൻ എടുക്കും. എനിക്ക് അങ്ങനെ പേടിയൊക്കെ ഉള്ള ആളായിരുന്നു കേട്ടോ. മീൻസ് ഇടിയും മിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. അതൊക്കെ മാറ്റി എടുക്കാൻ പറ്റും, നമുക്ക് കഴിയും. അപ്പൊ അതാണ്, ഓരോ സിറ്റുവേഷൻ വരുമ്പോ അതിനനുസരിച്ച് നമ്മൾ ഓക്കെ ആവും. സിറ്റുവേഷൻ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ താങ്ങാൻ ആളുള്ള ആളുകൾക്കുള്ള എന്ത് തളർച്ച തോന്നുള്ളൂ. താങ്ങാൻ നമ്മളിവിടെ വീണ് കിടന്നാൽ എന്നെ നോക്കാൻ ആളുണ്ട്, എന്നെ താങ്ങാൻ ആളുണ്ട്, എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളുണ്ടെങ്കിൽ നമ്മൾ അവിടെ കിടക്കും. അതല്ല, ആരും ഇല്ലെങ്കിൽ നമ്മളെ കിടന്നോടത്ത് എണീറ്റ് നമ്മൾ തന്നെ വണ്ടി വിളിച്ച് പോകും ഹോസ്പിറ്റലിലേക്ക്, അല്ലെ? അതാണ് മാറ്റം. അത്രേ ഉള്ളൂ മാറ്റം. അതായിരുന്നു നമ്മുടെ ലൈഫിൽ വരുന്നത്. ലൈഫ് ഒരിക്കലും ഈസി ആവില്ല. ആർക്കും ലൈഫ് ഈസി അല്ല. നമ്മളിങ്ങനെ മറ്റുള്ളവരെ നോക്കിയിട്ട് പറയും, ഓ അവർക്ക് എന്ത് സുഖാലേ, അവരുടെയൊക്കെ ലൈഫ് അടിപൊളിയാലേ. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമുക്കറിയില്ല അതൊന്നും. നമ്മള് മറ്റുള്ളവരുടെ സുഖം നോക്കിയിട്ട് എന്ത് സുഖാണ്. പക്ഷെ മറ്റുള്ളവരുടെ വേദന നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും അയ്യോ എന്തൊരു വേദന എന്ന് പറയില്ല. നമുക്ക് നമ്മുടെ വേദനയാണ് വലുത്. നമ്മുടെ വേദനക്കാൾ ഒരു പല്ലുവേദന വന്നാൽ ആ വേദനയാണ് ഏറ്റവും വലുത്. ഓ മരണവേദനക്കാളും വലിയ വേദനയാണ് ഈ പല്ലുവേദന എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പ്രസവവേദനക്കാളും വലിയ വേദനയാണ് എന്നൊക്കെ പറയും. അപ്പൊ ഇതെന്താ വെച്ചാല് നമുക്ക് വരുന്നതാണ് നമുക്ക് ഏറ്റവും വലുത്. എന്നാലോ മറ്റുള്ളവരെ സുഖം നോക്കിയിട്ട് നമ്മള് അവരുടെ സുഖം എന്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാറ്റാം, ആ ഒരു തോട്ടേ മാറ്റാം. അപ്പൊ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആവുമല്ല, നമ്മൾ സ്ട്രോങ് ആവും. ഓക്കെ, ലൈഫ് എല്ലാവർക്കും ഒരുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ ഈസി ആണോ നമ്മൾ സ്ട്രോങ് ആവണോ എന്നൊക്കെയുള്ളത് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സെഷനില്. നിങ്ങൾ എന്ത് മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോണേന്ന് നിങ്ങൾക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടിപ്സുകൾ നമ്മൾ പറഞ്ഞല്ലോ, ബ്രീത്തിങ്, അങ്ങനെ പല ഹീലിംഗ്, പാസ്റ്റ് ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യുക, കൺസിസ്റ്റന്റ് ആയി ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ എന്തെങ്കിലും ഒരു ചലഞ്ച് വന്നപ്പോൾ ഇനിയിപ്പോ ചെയ്യാൻ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ഒന്ന് രണ്ട് ഫീഡ്ബാക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്, ട്രോമ ഹീലിംഗിന്റെ, ഷാഫിസായുടെ വർക്ക്ഷോപ്പാണ്. 199 രൂപയാണ് ഫീ വരുന്നത് 2 ദിവസത്തെ. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ നമ്മുടെ ടീമിൽ ആരെങ്കിലും സംസാരിക്കും. അപ്പൊ ഈ ഒരു ഫീഡ്ബാക്ക് കഴിഞ്ഞാൽ അതായിരിക്കും. അപ്പൊ പെട്ടെന്ന് ഒന്ന് ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. എന്തെങ്കിലും നിങ്ങൾ ഇനി എന്താണ് ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട്, ഇപ്പൊ ഒരു 1 hour ആയില്ല നമ്മൾ സംസാരിക്കണം, ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്ത് മൈൻഡ് സെറ്റ് ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? നിങ്ങളെ വിക്ടിം മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നോ നിങ്ങളുടെ ലൈഫിൽ? എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റേ ഇത് പറയാം കേട്ടോ. നമുക്കൊരു നമ്മുടെ സ്കെയിലറിന്റെ ഒരു ടീമിനെ വിളിക്കാം. ഓക്കെ, ദെൻ ആരാണ് പെട്ടെന്ന് പറയും. വീഡിയോ ഓൺ ചെയ്യണമെന്നൊന്നുമില്ല. ഇനി അതെല്ലാം പറയാൻ പറ്റാത്തവരാണെങ്കിൽ ചാറ്റ് ചെയ്താലും മതി, ഞാൻ കണ്ടോളാം. ഓക്കെ, സെഷൻ യൂസ്ഫുൾ ആയോ? എനിക്ക് ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക്. ഓക്കെ അമ്പിളി, ഓക്കെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റിയെന്നാണ് പറയണേ. EFT ആണ്. IFT കഴിഞ്ഞപ്പോൾ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്തു. അപ്പൊ അത് ഓക്കെ. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ പഠിച്ചവർ ടാപ്പ് ചെയ്തോടുകൂടി. അപ്പൊ ഇനി അതല്ല, ഇതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ വരാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു അമ്പിളി. ദെൻ വോയിസിൽ വരാൻ പറ്റില്ല ആർക്കെങ്കിലും? ഒരാൾക്കെങ്കിലും വന്നൂടെ? ഒന്ന് ട്രൈ ചെയ്യാട്ടോ പറ്റുമെങ്കിൽ. ഓക്കെ, താങ്ക് യു ബിന്ദു. നെഗറ്റീവ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ വരും. അതിന് നമുക്ക് മാറ്റാൻ പറ്റും. എനിക്കിത് എന്താ പറയാ, ഞാനത് ഇതിന്റെ ഒരു ഗ്രോത്ത് ആക്കിയിട്ട് എടുക്കും, മാറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യലോ ഉണ്ടല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഓക്കെ, ഇത്ര ഉള്ളെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിനെ കുറിച്ച് പറയാന് രഞ്ജിത്ത് ആരാണ് സംസാരിക്കുന്നത്? വർക്ക്ഷോപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ജസീലയാണോ? ഹലോ. Nice. Okay, thank you dears. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ജസീല. നിങ്ങളാരും അടിപൊളി ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു എനർജിയിൽ ഇരിക്കാവൂ അല്ലേ? നമുക്കൊരു 2 days പ്രോഗ്രാം വരുന്നുണ്ട്. നമ്മളെ തന്നെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സെഷനാണ്. 2 ദിവസത്തെ ഇൻസെൻറ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇമോഷണൽ ഹീലിംഗ് ഉണ്ടാവും, മൈൻഡ് റിലാക്സേഷൻ ഉണ്ടാവും, സെൽഫ് ഹീലിംഗ് ടെക്നിക്സ്, ഇവയൊക്കെ കുറിച്ചിട്ട് സിമ്പിളായിട്ട് ലേൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് May 30, 31 ക്ലാസ് വരുന്നത്.
ക്ലാസ് ലീഡ് ചെയ്യുന്നത് ഷാഫി സാറാണ്. ഈവൻ 7:30 to 9:30 ആണ് നമ്മുടെ സെഷൻ വരുന്നത്. സോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഹീലിംഗ് ആവശ്യമുള്ള ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് റെക്കമെൻഡ് ചെയ്യാം. ഹീലിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു അവസരമാണ്. രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നവരെ കണക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് അഡ്മിനെ കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഫീ ആയിട്ട് വരുന്നത് 199 മാത്രമാണ്. അപ്പോൾ ആരും മിസ്സാക്കരുത്. താങ്ക് യു. അപ്പൊ ഓക്കെ, എല്ലാരും കേട്ടല്ലോ. കാരണം വലിയൊരു എമൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ടൈമോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലാത്തവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വന്നിട്ടുള്ളത്. 2 days കൊണ്ട് EFT യുടെ ഏകദേശ ബേസിക് കാര്യങ്ങളും നല്ല രീതിയിലുള്ള സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം, നിങ്ങളുടെ റൂട്ട് കോസ് എന്തെങ്കിലും കണ്ടെത്താനൊക്കെ പറ്റും. അപ്പൊ ഇതുവരെ EFT ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഇതെടുക്കാം. 199 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ട് ആണ് അല്ലെ. അപ്പൊ അത് ജോയിൻ ചെയ്യാം. ഇനി ഇതല്ല, നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞതിലെ രതിയൊക്കെ പറഞ്ഞിരുന്നു അവരുടെ കമ്പനിയിൽ കുറിച്ച് ഒരു ആളെ കുറിച്ച്. അപ്പൊ അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം, ഒന്ന് ഈ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കാം. അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അവർക്ക് എന്താണ് EFT എന്ന് അറിയാത്തവർക്കൊക്കെ അതിനെ കുറിച്ച് അറിയാനും സ്വന്തം ട്രോമ ഹീൽ ചെയ്യാനൊക്കെ പറ്റിയൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. മിസ്സാക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. ഇപ്പൊ സെഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ മാം, നല്ല ഒരു ക്ലാസ് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് മാഡം പറഞ്ഞ കുറെ ഉദാഹരണങ്ങള്, കഥകള്, അതൊക്കെ എന്താ പറയാ, നമുക്ക് വലിയൊരു സത്യം തന്നെ. എന്റെ ജീവിതത്തില് എനിക്ക് ഇപ്പൊ ഞാൻ എന്റെ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ആദ്യമൊക്കെ നടന്ന് ബസ്സിനൊക്കെ പോകുമ്പോൾ നടന്നു പോയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്കൊരു കറക്റ്റ് ടൈമിന് ജൂനിയേഴ്സിന്റെ അടുത്തേക്ക് എത്താൻ പറ്റാതെ, മീറ്റിങ്ങിന് എത്താൻ പറ്റാതെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ അടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്കൊരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ ആളുകൾ സ്കൂട്ടി ഓടിച്ച് പോകുമ്പോഴൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, ഇതുപോലെ പോകണം, ഇങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് തോന്നി ഞാൻ ഈ മേഖലയിൽ ഉയർന്നു വരുമ്പോൾ എനിക്ക് ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ടാവും, അവരുടെ വർക്കിനൊക്കെ പോകണമെങ്കിൽ എനിക്ക് എന്തായാലും വണ്ടി സൗകര്യം ആവശ്യമാണ് എന്നുള്ള ഒരു മെന്റാലിറ്റി. അപ്പൊ അത് എൻ്റെ വീട്ടുകാർ, എൻ്റെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും ആരും സപ്പോർട്ട് ചെയ്തിട്ടല്ല. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുകയാണ്, ഇങ്ങനെ ആയാൽ പോരാ, ഒരു വണ്ടി വേണം, ഓടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ സൈക്കിൾ എടുത്ത് കുട്ടികളോട് ഞാൻ പറഞ്ഞു എന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് സൈക്കിൾ വരെ ഓടിക്കാൻ പേടിയായി തന്നെയാണ്. പക്ഷെ അവരെന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ആ സൈക്കിൾ അവരും പിടിച്ച് അങ്ങനെ ഹാൻഡിലൊക്കെ ഉറക്കി ഭയങ്കര പേടിയൊന്നും വീണിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആയി ഒരു ധൈര്യം വന്നു. പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി വാങ്ങിച്ചു. പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങനെ പതുക്കെ പോകും. അങ്ങനെ ആളുകൾ എന്നെ കളിയാക്കാൻ തുടങ്ങി. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ ഞാൻ സൈക്കിളിൽ രാവിലെ തന്നെ സൈക്കിൾ ഓടിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിശയത്തോ എന്താ ഇവർക്ക് ഇങ്ങനെ പറ്റിയത് എന്നൊക്കെ ചിന്തിച്ചിട്ട് അവരിങ്ങനെ നോക്കണുണ്ട്. പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കാതെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പതുക്കെ ഗ്രൗണ്ടുകളിലൊക്കെ പോയി പതുക്കെ ഇങ്ങനെ ഓടിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ വീണ്ടും ഈ ഒരു സ്കൂട്ടി ഓടിക്കുന്ന സ്ഥലത്തോടെ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ അവിടുന്ന് അങ്ങനെ പഠിച്ച് ലൈസൻസ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഫസ്റ്റിലൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ അന്ന് അവിടെ ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു, ഇതൊന്നും നമുക്ക് പറ്റുന്ന പണിയല്ല, എട്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ആ ഒരു ഇതിൽ എൻ്റെ ആ ഒരു ഇത് പോയി. പിന്നീട് എനിക്ക് ടൈം കിട്ടി. വേറൊരു ഡേറ്റ് തന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇതെന്റെ സെക്കൻഡ് ചാൻസ്, ഇതിൽ ഞാൻ എന്തെങ്കിലും വിജയിച്ചിരിക്കും, എനിക്കിത് ഓടിച്ച് പറ്റൂ, എന്നെ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ദൃഢപ്രതിജ്ഞയ്ക്ക് എടുത്ത് ഇത് എന്തായാലും ആ ഒരു സക്സസ് കാണുകയാണ് ഞാൻ. അതായത് 8ന്ന് അങ്ങനെ തുടങ്ങി അങ്ങനെ അവസാനം വരെ കാല് കുത്താതെ കറക്റ്റായിട്ട് ഞാൻ പുറത്തേക്ക് കടക്കുന്നത് ഞാൻ വിഷൻ ചെയ്ത് എന്ത് ചെയ്തു, ആ ഒരു ഇതിൽ എത്തിയപ്പോൾ എനിക്കത് കറക്റ്റായി. പിന്നെ ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ തൃശ്ശൂർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 15 കിലോമീറ്റർ ഒക്കെ ഉണ്ട് എൻ്റെ വീട്ടിന് അവിടുന്ന്. അങ്ങനെ ഞാൻ ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് എനിക്ക് എന്നോട് തന്നെ. അതായത് ആ ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുത്തു. അപ്പൊ നമ്മളെ മറ്റുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്. അത് നമ്മളുടെ എത്ര പ്രശ്നം ഉണ്ടായാലും അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു കഥയിലൂടെ പോയി. ഇന്ന് 45 എന്താ പറയുക കിലോമീറ്റർ ആയാലും 55 കിലോമീറ്റർ ആയാലും ഞാൻ ഒരുപാട് ആളുകളുടെ വർക്കിനൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ എനിക്ക് തന്നെ അതിശയം. കാരണം ഇത്രയും സ്ഥലങ്ങൾ എനിക്ക് ശരിക്കും വഴികൾ അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ അങ്ങോട്ട് കടക്കണം എന്നറിയില്ല. പക്ഷെ അതൊക്കെ റൗണ്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് സിഗ്നലൊന്നും അറിയില്ല. പക്ഷെ ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച് ചെയ്ത് നമ്മൾക്ക് തന്നെ നമ്മളോട് ഒരു കോൺഫിഡൻസും ഒരു അഭിമാനമൊക്കെ എന്നോട് തോന്നി. ഇന്ന് ഞാൻ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ
എല്ലാവരും ഭയങ്കര അതിശയത്തിൽ നോക്കും. എന്റെ ജൂനിയേഴ്സ് ആയാലും അവരൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് നമ്മളോട് പറയും, ഓ മാഡം എന്തൊക്കെയായാലും വണ്ടി ഓടിച്ചൂലെ. ഞങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് ഓടിക്കാൻ പേടിയാണ്. ബസ് വരുമ്പോ മറ്റൊരു ലോറി വരുമ്പോ ഒക്കെ സൈഡ് കൊടുക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് പേടിയായ കാരണം ഞങ്ങൾ വണ്ടി ഓടിക്കില്ലെന്ന്. പക്ഷെ നമ്മൾ അവിടെ വിജയിച്ച് കാണിച്ചു കൊടുത്തപ്പോഴെന്താണ്, നമുക്ക് ഒരു അഭിമാനമാണ്. ഇനി എനിക്ക് കാർ ഓടിക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇനി കാർ ഓടിച്ച് പോകണം. എന്റെ മേഖലയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്ന ഒരു മേഖല, അവർ സീനിയേഴ്സ് ഒക്കെ അവരുടെ ഹസ്ബൻഡിന്റെ കൂടെയാണ് വരുന്നത്. പക്ഷെ എന്റെ മനസ്സിലെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ ഞാൻ സ്വന്തമായിട്ട് കാർ ഓടിച്ച് എന്റെ ആ ഒരു പ്രവർത്തന മേഖലയിലേക്ക് പോകണം, അത് കാണിച്ചു കൊടുക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനായിട്ടുള്ള നമ്മളിപ്പോൾ മനസ്സൊക്കെ ഡൗൺ ആവുന്നെങ്കിലും ഈ ഒരു കോഴ്സ്, ഇപ്പോൾ ഷാഫി സാറിന്റെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്ന് എന്നെ മാറ്റം ചെയ്തിട്ടുണ്ട്. ഡൗൺ ആകുമ്പോഴൊക്കെ അതൊന്ന് പോസിറ്റീവായിട്ട് വരാനും EFT കാര്യങ്ങൾ, അതുപോലെ മെന്റേഴ്സിന്റെ സപ്പോർട്ട്, ഇതൊക്കെ വളരെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു കോഴ്സ് വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ ഇനി വരുന്ന പ്രോഗ്രാം, ഇപ്പൊ മാഡം പറഞ്ഞ പോലെ എൻ്റെ മേഖലയിലുള്ള ആളുകളെ കൊണ്ടുവരണം. കാരണം 100-150 രൂപയ്ക്ക് ഇത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം വേറെ എവിടെയും ഇല്ല. അപ്പോ ഇത്രയും നല്ലൊരു സെഷൻ കൈകാര്യം ചെയ്ത ഷാന മാഡത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് ഇങ്ങനത്തെ സ്റ്റോറികൾ കേൾക്കുമ്പോൾ, മറ്റുള്ളവരുടെ സ്റ്റോറികൾ കേൾക്കുമ്പോൾ അതും നമുക്ക് ഭയങ്കര ഇതാണ്. നല്ല മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാണ് നമ്മൾ. ഓക്കെ, ഷെയർ ചെയ്യാൻ തോന്നിയതിന് താങ്ക്സ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് എനിക്കിപ്പോ ഇത് ഡ്രൈവിംഗ് സ്റ്റോറി പറഞ്ഞപ്പോഴാണ്, ഇത് പെയിനിനെ ഗ്രോത്ത് ആക്കുന്ന ഒരു സ്റ്റോറി ആണല്ലോ. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയപ്പോ ആൾക്ക് ഡ്രൈവിംഗ് അറിയില്ല, വണ്ടി ഉണ്ട്, കാറുണ്ട് പോർച്ചില്. അപ്പൊ ആള് ആദ്യമൊക്കെ ഓട്ടോ എടുത്ത് പോവും. അതുപോലെ തന്നെ വല്ല ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഹസ്ബൻഡ് കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമായിരുന്നു. പിന്നെ ആൾ എന്ത് ചെയ്ത് ഡ്രൈവിംഗ് പഠിക്കാൻ പോയി, വണ്ടി എടുക്കാൻ തുടങ്ങി, കാർ എടുക്കാൻ തുടങ്ങി. ഇപ്പൊ കാറിൽ എവിടെ വേണമെങ്കിലും പോവും. എന്തിനും എവിടെ ഹോസ്പിറ്റലോ ഷോപ്പിങ്ങോ എന്താണെങ്കിലും ആള് വണ്ടി എടുത്ത് പോകും. അപ്പൊ ആള് പറയും, ഹസ്ബൻഡ് ഇല്ലല്ലോ, എല്ലാരും ഹസ്ബൻഡുമാരാണല്ലോ കൊണ്ടുപോവുക. അങ്ങനെ അത് കണ്ട് വിഷമിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഇരുന്നേനെ. പക്ഷെ ആൾ അതിൽ നിന്ന് പഠിച്ച് ആ പെയിനിൽ നിന്ന് ആള് ഗ്രോ ചെയ്ത് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു. ഇപ്പൊ മറ്റുള്ളവർ പറയുക, നിനക്ക് എല്ലായിടത്തും പോവാലോ, വണ്ടിയുണ്ട്, എന്താണ് ഓടിക്കാനും അറിയാം, നിനക്ക് എല്ലായിടത്തും എത്താലോ എന്നുള്ള ഒരു അഭിമാനം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ല രീതിയിൽ പറയണേക്കുമ്പോ നമുക്ക് തന്നെ സ്വയം അഭിമാനമാണല്ലേ അത്. അപ്പൊ അതാണ് നമ്മുടെ എന്ത് പെയിനും നമ്മളത് ഗ്രോത്ത് ആക്കി മാറ്റാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. അപ്പൊ എല്ലാരും EFT പഠിക്കാത്തവർ അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ, നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന്റെ പോസ്റ്ററും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഈ ഒരു EFT കൊണ്ട് പറ്റുമെന്ന് ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, താങ്ക് യു ഓൾ. അതിന്റെ പേയായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു.